ഗുഡ് ഈവനിങ്. നമ്മൾ വെബിനാർ സെഷനിലേക്ക് കടക്കുകയാണ്. ഇൻഫെർട്ടിലിറ്റി കേസസ് തീർച്ചയായിട്ടും ഹോമിയോപ്പതിക്ക് വളരെയേറെ സാധ്യതകളുള്ളതാണ്. സർക്കാർ സംവിധാനത്തിലും പ്രൈവറ്റ് ഡോക്ടർമാരും ധാരാളം ഇൻഫെർട്ടിലിറ്റി കേസസ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നുണ്ട്. അക്കൂട്ടത്തിൽ പുതിയ തലമുറയിലെ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയയായ ഡോക്ടറാണ് ഡോക്ടർ തുഷാരഗിരി. നിങ്ങൾക്കെല്ലാവർക്കും ഡോക്ടർ തുഷാരെ പരിചയമുണ്ടാകും. തുഷാര ഡോക്ടർ BHMS കഴിഞ്ഞിട്ട് 6 വർഷമേ ആകുന്നുള്ളൂ. ഈ 6 വർഷത്തിനിടയിൽ 50 സക്സസ് കേസസ് തുഷാരയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. 2 വർഷം മുമ്പ് തുഷാര ഡോക്ടർക്ക് 25 കേസസ് സക്സസ് ആയപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി IFPH എന്ന സംഘടനയിൽ അവരുടെ സൂം സെഷനിൽ തുഷാര ഡോക്ടർ ഒരു ക്ലാസ് എടുത്തിരുന്നു. നമ്മൾ ആ 25 കേസസ് റിസൾട്ട് ഉണ്ടായതിൻ്റെ ഒരു ആഘോഷം പോലെ നമ്മുടെ കേരളത്തിലെ ഇൻഫെർട്ടിലിറ്റി കേസുകൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ രമാദേവി അമ്പാടി, ഡോക്ടർ ശാന്താചന്ദ്രൻ, ഡോക്ടർ ഭാഗ്യലക്ഷ്മി, അതുപോലെയുള്ള പ്രഗത്ഭരായ സീനിയർ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ തുഷാര ഡോക്ടറെ ഒന്ന് അഭിനന്ദിക്കുകയും അത്തരത്തിലുള്ള കേസുകൾ ഒരു 5 കേസുകൾ ഡോക്ടർ അന്ന് പ്രസന്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ 25 എന്നുള്ളത് 50ലേക്ക് എത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ തുഷാര എൻ്റെ ഒരു കുടുംബാംഗം പോലെയാണ്, എൻ്റെ ഒരു കുടുംബാംഗമാണ്, എൻ്റെ സ്വന്തം കുട്ടി എന്നൊക്കെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അത് വെറുതെ വാക്കുകളിൽ പറയുന്ന ഒരു കാര്യമല്ല. ഉറപ്പായിട്ടും തുഷാര എനിക്ക് അതുപോലെയാണ്. തുഷാര ഡോക്ടർ ചെറിയ ചെറിയ വിജയങ്ങൾ പോലും ഇൻഫെർട്ടിലിറ്റി കേസസ് മാത്രമല്ല മറ്റ് പല കേസുകളിലും റിസൾട്ട് ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അത് വിളിച്ചു പറയുകയും അതിൻ്റെ സന്തോഷം എന്നോടൊപ്പം ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ തുഷാര എൻ്റെ കുടുംബത്തിലെ എൻ്റെ സ്വന്തം കുട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെയാണ് താനും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആയിരിക്കും. ധാരാളം പേർ തുഷാര ഡോക്ടറെ അഭിനന്ദിക്കുന്നുണ്ട്, തുഷാര ഡോക്ടറെ നേട്ടങ്ങളിൽ റിജോയ്സ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്, സന്തോഷമാണ് ഡോക്ടർ തുഷാരഗിരി. അപ്പോൾ ഈ 50 കേസസ് സക്സസ്ഫുൾ ആയതിൻ്റെ ഒരു സന്തോഷവും അതിനുള്ള ഒരു അഭിനന്ദനവും കൂടിയാണ് നമ്മൾ ഈ സക്സസ് ഹോമിയോപ്പതി അക്കാഡമിയുടെ ഈ വെബിനാർ സെഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഒരു ആഗ്രഹം ഈ വർഷം തന്നെ കേരളത്തിലെ എറണാകുളത്തോ കോഴിക്കോടോ പോലെയുള്ള ഒരു ടൗണിൽ ഒരു ഫിസിക്കൽ മീറ്റിംഗ് കൂടി അറേഞ്ച് ചെയ്തുകൊണ്ട് ഡോക്ടർ തുഷാരെ ഒന്ന് അഭിനന്ദിക്കണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ചില സംവിധാനങ്ങൾ നമ്മൾ ഒരു ഇൻഫെർട്ടിലിറ്റി സെമിനാർ ഉൾപ്പെടെ നടത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ സീനിയർ ഡോക്ടർമാർ ഡോക്ടർ രമാദേവി അമ്പാടി, രമാൻഡിയോടും ശാന്താചന്ദ്രൻ ഡോക്ടറോടും ഒക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. എനിവേ കൂടുതലൊരു ആമുഖത്തിലേക്ക് ഞാൻ പോകുന്നില്ല. തുഷാര ഡോക്ടർക്ക് ഇനിയും ഇതുപോലെ വർഷം ഇപ്പോൾ ശരാശരി 10 കേസസ് ആണ് റിസൾട്ട് ഉണ്ടാകുന്നതെങ്കിൽ ഇനി അതിൽ കൂടുതൽ കേസസ് റിസൾട്ട് ഉണ്ടാകട്ടെ, കൂടുതൽ കേസസ് വരട്ടെ. നമുക്ക് ഈ സന്തോഷത്തിൽ കൂടുതൽ നമുക്ക് പങ്കാളിയാകുവാൻ നമുക്ക് അവസരം ഉണ്ടാകട്ടെ. അതിന് എല്ലാവിധ പ്രാർത്ഥനയും ആശംസകളും നേർന്നുകൊണ്ട് തുഷാര ഡോക്ടർ ഇന്ന് ഒരു 4-5 കേസസ് ആയിരിക്കും ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ആ കേസസിൽ എന്തുകൊണ്ട് ഡോക്ടർ ഇത്തരം പ്രിസ്ക്രിപ്ഷൻ നടത്തി, ഇല്ലെങ്കിൽ ഡോക്ടറുടെ അത്തരം കേസുകൾ കൈകാര്യം ചെയ്തപ്പോൾ എന്തൊക്കെയാണ് ഡോക്ടറുടെ ഫൈൻഡിങ്സ് എന്നൊക്കെ നമ്മളുമായിട്ട് വിശദമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ തുഷാര ഡോക്ടറോട് ഡിസ്കസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തുഷാര ഡോക്ടറെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാനുള്ള അവസരവും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ ആമുഖത്തോടു കൂടി വളരെ അഭിമാനത്തോടെ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ വെബിനാർ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട്, ഇൻഫെർട്ടിലിറ്റി കേസസ് പ്രസന്റ് ചെയ്യാനായിട്ട് ഞാൻ ഡോക്ടർ തുഷാരഗിരിയെ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം യു ഡോക്ടർ. താങ്ക് യു സോ മച്ച് സർ. നമസ്കാരം ഡിയർ ഡോക്ടേഴ്സ്. അശോക് സാറിന് ഇത്രയും നല്ലൊരു ഇൻട്രൊഡക്ഷനും തന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. സാറ് ചോദിക്കുമായിരുന്നു അടുത്തൊരു ക്ലാസ് എപ്പോഴാണ് ഉണ്ടാവുക എന്ന്. അപ്പോൾ ഞാൻ പറയും സാർ നമുക്കൊന്ന് 50 എത്തട്ടെ, 50 എത്തിയിട്ട് അടുത്തൊരു ക്ലാസ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന്.
കറക്റ്റ് 50 ആയപ്പോൾ സാർ അതിന് എനിക്കൊരു വേദി തന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച്, എന്നെ പോലൊരു തുടക്കക്കാരിയെ സംബന്ധിച്ച് ഒത്തിരി വലിയൊരു കാര്യമാണ്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതുപോലെ ഇപ്പം എന്നെ കേൾക്കുന്ന ഡോക്ടേഴ്സിൽ എന്നെക്കാട്ടിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാകും, പ്രാക്ടീസ് തുടങ്ങിയ ആൾക്കാരുണ്ടാവും, പല കാരണങ്ങളാൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ കയ്യിലുള്ള സിസ്റ്റം വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഒന്ന് ആത്മാർത്ഥമായിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ ശ്രമിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ ഉള്ളില് ചിരി കൊടുക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് തരുന്ന ഒരു ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മറ്റൊരു സിസ്റ്റത്തിനും കിട്ടില്ല. നമ്മളൊക്കെ അത്രയും ബ്ലസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ആരും പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്, അതാണ് പറയാനുള്ളതും. നമ്മൾ നമുക്ക് വേണ്ടുന്ന അവസരങ്ങൾ കണ്ടുപിടിക്കുക, അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇടുക. വിജയം നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. എനിക്ക് പറ്റുമെങ്കിൽ എന്നെക്കാട്ടിലും മിടുക്കരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇതിനപ്പുറം സാധിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് തുടങ്ങുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പ്രിപ്പയർ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്ന ക്ലാസ് ഒന്നും അല്ല. എന്നിരുന്നാലും ഞാൻ എന്നെ ക്ലിനിക്കിലേക്ക് എന്നെ കാണാൻ എത്തിയ പേഷ്യൻസും അവർക്ക് കിട്ടിയ എങ്ങനെയാണ് അവർക്ക് ഞാൻ മെഡിസിൻ സെലക്ഷനിലേക്ക് എത്തിയതെന്നും എങ്ങനെ ഒരു റിസൾട്ടിലേക്ക് എത്തിയെന്നുള്ള ഒരു 6 കേസാണ് ഞാൻ ഇപ്പൊ ഇവിടെ എടുത്തിട്ടുള്ളത്. സാറ് പറഞ്ഞ പോലെ ഒരു ഓഫ്ലൈൻ സെക്ഷന് ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് കാണിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ പവർ പോയിന്റിനൊന്നും ഉള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ തവണത്തെയും പോലെ ഞാൻ എന്റെ കഥകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഓരോ പേഷ്യന്റും ഒരു കഥയാണ്. നമുക്ക് ഓരോ പേഷ്യന്റും കഥയാണ്, ഓരോ പേഷ്യന്റും ഒരു പാഠമാണ്. നമുക്ക് പലതും അവരിൽ നിന്ന് പഠിക്കാനുണ്ടാവും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോ ഒരു പേഷ്യന്റ് നമ്മളുടെ മുന്നിൽ എത്തുമ്പോൾ ഞാൻ എഴുതുന്ന മെഡിസിൻ ആയിരിക്കണം എന്നില്ല വേറൊരു ഡോക്ടർ എഴുതുക. കാരണം ഓരോരുത്തരുടെയും തോട്ട് പ്രോസസ്സ് ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ ദൈവമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരും, ചില സിംറ്റംസ് ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരും. അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഡ്യൂട്ടി എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നമുക്ക് എന്റെ ആദ്യത്തെ കേസിലേക്ക് പോവാം. അപ്പോ എല്ലാവരും ഇടയ്ക്കൊന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഞാൻ കേസ് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്ന മരുന്നുകൾ ഏതൊക്കെയെന്നൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാൽ നിങ്ങൾ എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വരും. അപ്പോ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാല്, ഒരു ലേഡി എന്റെ ക്ലിനിക്കിലേക്ക് വരികയാണ്. അവര് വരുമ്പോ തന്നെ ഭയങ്കര ആൻഷ്യസ് ആണ്. അവരെ കാണുമ്പോൾ തന്നെ അറിയാം. അവർ പറഞ്ഞു തുടങ്ങുന്നത് 10-14 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവരുടെ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സ് ആയി. ഈ ഡിവോഴ്സ് ആകുന്നതും കുഞ്ഞുങ്ങളായില്ല എന്നുള്ളതിന്റെ പേരിലാണ്. ഒരുപാട് മെന്റൽ ടോർച്ചർ അനുഭവിച്ചതിന് ശേഷമാണ് ആള് ആ ഒരു ലൈഫിൽ നിന്നും ഡിവോഴ്സ് ആയിട്ട് വരുന്നത്. പക്ഷെ ആള് ഭയങ്കര ലവബിൾ ആണ്. എന്ന് വെച്ചാല് ആദ്യത്തെ ഹസ്ബൻഡിനോട് അവര് ഭയങ്കര ജെനുവിൻ ആയിരുന്നു. പക്ഷെ പുള്ളിയും പുള്ളിയുടെ വീട്ടുകാരും ഒട്ടും മനസ്സിലാക്കിയില്ല. കുഞ്ഞുങ്ങളാകുന്നില്ല, നിന്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ആ ബന്ധം അവിടെ വെച്ച് അവസാനിക്കുന്നു. അതിനുശേഷം ഇവർ മറ്റൊരാളുമായിട്ട് റിലേഷൻ ആകുന്നു. ആ പുള്ളിയെ കല്യാണം കഴിക്കുന്നു. ഇനി ഇവിടുത്തെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല്, ഈ സെക്കൻഡ് മാരേജ് ചെയ്ത ആൾ ഓൾറെഡി മാരീഡ് ആണ്. ആ മാരേജില് ആൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എന്നിട്ടാണ് ഇവരൊരു റിലേഷൻഷിപ്പിൽ ആകുന്നതും. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 2 to 3 years ആകാൻ പോകുന്നു. പക്ഷേ ഇതിൽ ഇവർക്കൊരു കുഞ്ഞുണ്ടാകുന്നില്ല. അപ്പോ ഇവരുടെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ വിവാഹത്തിലും കുട്ടി ഉണ്ടായില്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷവും കുഞ്ഞുങ്ങളാകുന്നില്ല. അയാൾക്ക് കൂടെയുള്ള ഹസ്ബൻഡിന് ഓൾറെഡി 3 കുഞ്ഞുങ്ങൾ ഉണ്ടതാണ്. അപ്പം ഇവിടെ കുറ്റക്കാരി ഇവര് മാത്രം ആകപ്പെടുക. അപ്പൊ ഇവരൊരു ഫെയിലിയർ ആണ്, എനിക്കാണ് പ്രശ്നം, എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ട്രീറ്റ്മെന്റും നോക്കി, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ആകെയുള്ളത് ഒരു കുട്ടി PCOD മാത്രമാണ്. അപ്പൊ നമ്മൾ ഇൻഫെർട്ടിലിറ്റി കേസിൽ ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കിട്ടാതെ വരുമ്പോ നമ്മൾ ഉറപ്പായിട്ടും ടോർച്ച് ഒന്ന് നോക്കാനായിട്ട് വിടും. അത് ഇത്തിരി കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം മെയിൻ ആയിട്ടുള്ള റീസൺസ് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലാണ് ടോർച്ചിലേക്ക് പോവുക. ടോർച്ച് നോക്കിയപ്പോ ഒരു 3 വൈറസിന്റെ പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട് ഇൻഫെക്ഷന്റെ. അപ്പൊ അത് ഇൻഫെർട്ടിലിറ്റി എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചിലപ്പോൾ അത് കൺസീവ് ആകുന്നുണ്ടായിരിക്കും, പക്ഷെ അത് യൂട്രസിൽ പ്രോപ്പർ ആയിട്ട് ഇംപ്ലാന്റ് ചെയ്യണം എന്നില്ല. ചിലപ്പോൾ അറിയാതെ പീരീഡ്സ് ബ്ലഡ് ആയിട്ട് പോവാം, റെക്കറന്റ് അബോർഷന് സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരും ടോർച്ച് പോസിറ്റീവ് ആണെങ്കിൽ. അപ്പൊ ഈ ടോർച്ച് പോസിറ്റീവ് ആണ് എന്നുള്ളൊരു കാരണം മാത്രമാണ് എന്റെ മുന്നിൽ കിട്ടിയത്. പിന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു PCOD. അപ്പൊ ഈ ടോർച്ച് പോസിറ്റീവ് ആണ് എന്നുള്ളത്
ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അത് കണ്ടെത്തിയത് കൊണ്ട് ഇവർക്ക് എൻ്റെ അടുത്ത് കുറച്ചും കൂടി ട്രസ്റ്റ് ആയി. കാരണം ഇവർ നോക്കുമ്പോൾ കുറെ ഹോസ്പിറ്റൽസിൽ പോയിട്ട് ഒരു റീസൺ അവർ പറയുന്നില്ല. അപ്പൊ ഒരു കാരണം, ഒരു ചെറിയൊരു കാരണം എങ്കിലും കിട്ടിയല്ലോ, അപ്പൊ ഈ ഡോക്ടറുടെ അടുത്ത് നിന്ന് മെഡിസിൻ എടുത്താൽ എനിക്ക് സക്സസ് ആകും എന്നുള്ളൊരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ വരാണ്. ഇനി ഇവർ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഈ ടോർച്ച് പോസിറ്റീവ് ആകുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഒരു മരുന്ന് കിട്ടാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടും എന്നുള്ളത്. അങ്ങനെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടാതിരിക്കുന്ന അവസരത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മാസ്റ്റർ മയാസം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും മയാസ്മാറ്റിക്, ആന്റി മയാസ്മാറ്റിക് മെഡിസിൻസിനെ കുറിച്ച് അത് വളരെ സിമ്പിളുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഒരു അറിവുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു മയാസ്മാറ്റിക് അപ്രോച്ച് അവിടെ ചെയ്യാം. ഇതില് ഈ പറയുന്ന ടോർച്ച് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് വരുന്നത് സിഫിലിറ്റിക് മയാസത്തിലാണ്. അതുപോലെയല്ല, ഇവരിവിടെ ഫസ്റ്റ് വന്നപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാല്, ഡോക്ടറെ ഇതെന്റെ അവസാന പ്രതീക്ഷയാണ്. ഇതില് ഈ പ്രതീക്ഷ എനിക്ക് അവസാനിക്കുകയാണെങ്കിൽ മുന്നോട്ട് എനിക്കൊരു ജീവിതം ഇല്ല. ദാറ്റ് മീൻസ് സെൽഫ് ഡിസ്ട്രക്ഷൻ. എപ്പോഴും സിഫിലിസ് അങ്ങനെയാണ്. ഒന്നുകിൽ എന്ത് ചെയ്യും, എനിക്ക് ഞാൻ വിചാരിച്ചൊരു കാര്യത്തിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ സ്വയം നശിക്കുക, അല്ലെങ്കിൽ ആ മറ്റുള്ളവരെ നശിപ്പിക്കുക. ആ ഒരു ഡിസ്ട്രക്ഷൻ തന്നെ എനിക്ക് അവരുടെ ആ സെന്റൻസിനെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, നമുക്ക് ഒരു സിഫിലിനം വണ്ണം കൊടുത്ത് കേസ് തുടങ്ങി വെക്കാം. സിഫിലിനം കൊടുത്ത് കേസ് തുടങ്ങി വെച്ചു. എന്നിട്ട് ഇവർ അടുത്ത വിസിറ്റ് വരുന്ന സമയത്ത് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഓപ്പൺ ആവുന്നു. ആ ഓപ്പൺ ആവുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് റിലേഷൻഷിപ്പിലാണെങ്കിലും ഹസ്ബൻഡിനോട് അത്രയധികം സിൻസിയർ ആയിരുന്നു. ഇപ്പൊ സെക്കൻഡ് റിലേഷൻഷിപ്പിലാണെങ്കിലും ആദ്യത്തെ ഹസ്ബൻഡിനോട് എങ്ങനെ തന്നെയാണോ അതേപോലെ അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഇഷ്ടം തന്നെയാണ് രണ്ടാമത്തെ ആളോടും ഇവർക്കുള്ളത്. ആ ഹസ്ബൻഡിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പുള്ളിക്ക് എന്നിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി എന്ത് വേണോ, അതായത് ഹസ്ബൻഡിന് എന്താണോ ഇഷ്ടം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം നീലയാണ്, പക്ഷെ ഹസ്ബൻഡിന് അത് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഹസ്ബൻഡിന് ഇഷ്ടപ്പെടുന്ന കളറുകളുള്ള ഡ്രസ്സ് മാത്രം ധരിക്കുക. ഒറ്റ ചിന്തയേ ഉള്ളൂ, പുള്ളിയെ എങ്ങനെയെങ്കിലും എന്നിലേക്ക് അട്രാക്ട് ചെയ്യണം. കാരണം ആദ്യ ഭാര്യ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, നിനക്ക് കുട്ടികൾ ഉണ്ടാവില്ല, നീ എന്റെ ഹസ്ബൻഡിനെ എന്നിൽ നിന്ന് അകറ്റി, ഉറപ്പായിട്ടും നീ അനുഭവിക്കും. അങ്ങനെയുള്ള ഒരുപാട് ശാപവാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അംഗീകരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ ഹസ്ബൻഡിനെ അട്രാക്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ടിൽ അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, ഇതുവരെ എടുത്ത കേസുകളിൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ്. അതായത് മെൻസസിന്റെ ടൈമിൽ പോലും ഹസ്ബൻഡുമായിട്ട് ഒരു ഇന്റർകോഴ്സിന് ഇവര് റെഡിയാണ്. അത് സെക്ഷൽ ഡിസയർ കൂടിയിട്ടാണോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതോ ഒരുപാട് മിത്തുകൾ ഉണ്ടല്ലോ. ചില ആൾക്കാർ പറയും മെൻസസിന്റെ ടൈമിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഇവരുടെ ഒരു എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തിനു വേണമെങ്കിലും, അതിന് ഇപ്പൊ ഒരു ഡോക്ടർ അത് അങ്ങനെ ആകില്ല എന്ന് പറഞ്ഞാൽ പോലും ആരെങ്കിലും ഒരാൾ ഇവരോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴി കൂടി ഇവര് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. ഓഫ് കോഴ്സ് ഹസ്ബൻഡിനെ എങ്ങനെയും എൻ്റെ അടുത്തേക്ക് തന്നെ പിടിച്ചു നിർത്തണം എന്നുള്ളൊരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? തെറ്റിയാലും ശരിയായാലും ഒന്നും കുഴപ്പമില്ല, ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? പൾസാറ്റില, സിഫിലിനം, ഫോസ്ഫറസ്, ലാക്സിസ്, സ്റ്റഫി, പ്ലാറ്റിന, ഷമീല, പ്ലാറ്റിന. ഓക്കെ, എനിക്ക് ഗീത ഡോക്ടർ ആണെന്ന് തോന്നുന്നു, ഗീത ഡോക്ടർ, ഷമീല ഡോക്ടർ അവരൊക്കെ പറഞ്ഞ പ്ലാറ്റിനയാണ് എന്റെ മനസ്സിലേക്ക് വന്നൊരു മെഡിസിൻ എന്ന് പറഞ്ഞാല്. ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലാറ്റിന എന്ന് വെച്ച് കഴിഞ്ഞാൽ വജൈനൽ സെൻസിറ്റീവ്നെസ്സും എക്സസീവ് സെക്ഷൽ ഡിസയറും വജൈനിസ്മസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് അറിയാവുന്നത്. പക്ഷെ പ്ലാറ്റിനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് അറിയുന്ന സമയത്ത്, പിന്നെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, നമ്മൾക്ക് ഡീപ്പായിട്ട് അറിയുന്ന സമയത്ത് പ്ലാറ്റിനയ്ക്ക് ഓഫ് കോഴ്സ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അതായത് ഇവർക്കും അതുണ്ട്. ഇവർക്ക് അത് എങ്ങനെയാ ഇവരത് കാണിക്കുക? ഒരാളുടെ മുന്നിലും ഇവർ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. അതായത് സമൂഹത്തിന്റെ മുന്നിൽ നോക്കുമ്പോൾ 3 കുഞ്ഞുങ്ങളും ഒരു ഭാര്യയും ഉള്ള ഒരാളെയാണ് ഇവർ കല്യാണം കഴിച്ചിരിക്കുന്നത്. വലിയ തെറ്റാണ്. പക്ഷെ അത് ഒരിക്കലും ഓരോ തെറ്റ് എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളല്ല.
പക്ഷെ ഈ പ്ലാറ്റിനയ്ക്ക് എപ്പോഴും ഒരു സുപ്പീരിയർ കോംപ്ലക്സിന്റെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഇത് മാത്രമല്ല ഉള്ളത്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ട്. അതിന്റെ ഏറ്റവും എക്സ്ട്രീമിൽ സുപ്പീരിയോറിറ്റി എത്ര എക്സ്ട്രീം ആവുന്നു അത്ര എക്സ്ട്രീമിൽ തന്നെ ഇൻഫീരിയോറിറ്റിയും ഉണ്ടാവും. ഇവരുടെ ഇൻഫീരിയോറിറ്റി എങ്ങനെയാണ് വരാന്നറിയാമോ? എന്നെ ഈ ലോകത്തിന് ആവശ്യമില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. അത് ചില മൊമെന്റ്സിൽ അവരത് അങ്ങനെ തന്നെ ഏറ്റുപറയും. അപ്പൊ നമ്മൾ എപ്പോഴും തലക്കനമുള്ള ആൾക്കാരെ മാത്രം പ്ലാറ്റിനയായിട്ട് കരുതാനായിട്ട് പറ്റില്ല. പ്ലാറ്റിനയ്ക്ക് എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ ഒരു വേർഷനും കൂടിയുണ്ട്. അത് അവരുടെ സുപ്പീരിയോറിറ്റിയിൽ അവർ ചിലപ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ മറച്ചു വെച്ചാലും ഉള്ളിൽ അങ്ങനെ ഒരു ആള് കൂടിയാണ് പ്ലാറ്റിന. പിന്നെ പ്ലാറ്റിനയാണ് ഈ പറയുന്ന, നമ്മൾ വിചാരിക്കരുത് പ്ലാറ്റിനയ്ക്ക് ഒരേ സമയം ഒരുപാട് റിലേഷൻഷിപ്പ് ആണെന്ന് ചിന്തിക്കരുത്. പ്ലാറ്റിനയ്ക്ക് ഒരു സമയത്ത് ഒരാളോട് റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ റിലേഷൻഷിപ്പില് അയാളെ തന്റെ കൂടെ പിടിച്ചു നിർത്താനായിട്ട് ഏത് എക്സ്ട്രീം വരെയും പോകുന്ന ഒരു ക്യാരക്ടറാണ് പ്ലാറ്റിന എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ഈ കേസിൽ പ്ലാറ്റിനയായിരുന്നു. സോ ഞാൻ പ്ലാറ്റിന 1 ആണ് കൊടുത്തത്. പ്ലാറ്റിന 1 കൊടുക്കുന്നു. പക്ഷെ ആ കേസ് 1 മാസം ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിംഗ് ഡോസ് സിഫിലിനമായിരുന്നു, അതിൽ നിന്ന് പ്ലാറ്റിനയിലേക്ക് പോയി. പ്ലാറ്റിന ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ്, പക്ഷെ ഇങ്ങോട്ട് കൺസീവ് ആകുന്നില്ല. പക്ഷെ ഇവര് ബാക്കിയുള്ള വിധത്തിലുള്ള മെന്റൽസും ജനറൽസും എല്ലാം ബെറ്റർ ആണ്, എനിക്ക് മെഡിസിൻ ചേഞ്ച് ചെയ്യാനുള്ളൊരു മനസ്സും തോന്നുന്നില്ല. പക്ഷെ ഇവർ എനിക്ക് തരുന്ന ഒരു സ്ട്രെസ് ഉണ്ട്, അതായത് എല്ലാ തവണയും വന്നിരുന്നിട്ട് കരച്ചിലാണ്. ഡോക്ടർ, എന്നെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ തോറ്റു പോകുന്ന ഒരു അവസ്ഥയാണോ? എനിക്ക് കൺസീവ് ആകുന്നില്ല, എനിക്കിപ്പോ അടുത്ത പീരീഡ്സ് ആയി, ഞാൻ ഇത്തവണ പ്രതീക്ഷിച്ചു, എന്താണ്, എനിക്കിത് എപ്പം മാറും, എനിക്ക് എപ്പോ കുട്ടിയാകും എന്നുള്ളൊരു ചോദ്യം. അതും കരച്ചിലാണ്. അപ്പൊ ആ സമയത്ത് ആ കരച്ചിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് തൊട്ടേനെ പിടിച്ചേനെ എല്ലാം കരയുന്നുള്ളത്. അത് ആക്ച്വലി കരയുന്ന ക്യാരക്ടർ അല്ല, നമ്മൾ കൊടുത്ത മെഡിസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് അവർ ശരിക്കും അത്രയും ബോൾഡ് ആയിട്ടിരുന്ന ഒരാളുടെ എക്സ്ട്രീം വേർഷൻ നമ്മളുടെ മുന്നിലേക്ക് വെളിവാക്കപ്പെടുന്നത്. സോ പ്ലാറ്റിന കൊടുത്തിട്ട് കൺസീവ് ആകാത്തൊരു സെക്കൻഡില് സംതിങ് നമ്മൾ പറയത്തില്ലേ, ദൈവം ഒരു പോയിന്റ് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരും എന്ന് പറയില്ലേ, അതായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മാസ്റ്റർ ഒക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പെക്യൂലിയർ ക്യാരക്ടറിസ്റ്റിക് സിംറ്റം എന്നുള്ളത്. ഇങ്ങോട്ട് നമുക്ക് ഇട്ട് തരിക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് ഈ പേഷ്യന്റ് എന്നോട് പറഞ്ഞത്, ഡോക്ടറെ ഇത്തവണയും എനിക്ക് പീരീഡ്സ് ആകും എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ ഇത്രയ്ക്ക് ഉറപ്പിച്ച് പറയാൻ? കാരണം എനിക്ക് പീരീഡ്സിന് ഒരു 10 ദിവസം മുമ്പ് തൊട്ട് ഫൈസോമെട്ര ഉണ്ടാകും. എന്താ ഫൈസോമെട്ര? പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്യാമോ? എന്താ ഫൈസോമെട്ര? ചടപടേ യൂട്രസിൽ ഗ്യാസ്. അതെ, വജൈനൽ ഫ്ലാറ്റസിനെയാണ് നമ്മൾ ഫൈസോമെട്ര എന്ന് പറയുന്നത്. അത് അവരുടെ ലാംഗ്വേജിൽ പറഞ്ഞതെന്ന് വെച്ചാൽ മുദ്ര വയ്ക്കുന്ന ഭാഗത്ത് നിന്ന് കുമിള പൊട്ടുന്നത് പോലെയുള്ള ഇതാണ്. ഡോക്ടർ, എനിക്ക് ഒരാളുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ പോലും ആ സൗണ്ട് പുറത്ത് കേൾക്കുന്നുണ്ടോ എന്ന് ഇവർക്കൊരു ഡൗട്ട് തോന്നും. അപ്പോ അത് പീരീഡ്സിന്റെ ഇത്ര ദിവസങ്ങൾക്ക് മുമ്പാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ടാണ്. പ്ലാറ്റിന സിംഗിൾ ഡോസ് ആണ്. പ്ലാറ്റിന പോയിരിക്കുന്നത് 15 ദിവസം കൂടുമ്പോഴാണ് വണ്ണം പൊട്ടൻസി പോയിരിക്കുന്നത് കേട്ടോ. അപ്പോ അങ്ങനെ ഈ ഒരു വജൈനൽ ഫ്ലാറ്റസ് എന്ന് പറയുന്ന സംഭവം കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പൊതുവെ ആൾക്കാരെ കേട്ടിരുന്ന് മരുന്ന് എഴുതാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ഞാൻ റെപ്പർട്ടറി തുറക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാക്കപ്പെടുകയാണ് അവിടെ. അപ്പൊ ഞാൻ തുറന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫതക് റെപ്പർട്ടറി ആണ്. റെപ്പർട്ടറി തുറക്കുന്നു. അപ്പൊ അവിടെ എന്താ കാണുന്നത്? വജൈനൽ ഫ്ലാറ്റസിന് കൊടുക്കാൻ പറ്റുന്ന റെമഡീസ് അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് 2 എണ്ണമാണ്. ഒന്ന് ബൊറാക്സും ഒന്ന് ലൈക്കോപോഡിയവും. പിന്നെ കുറച്ച് 1 മാർക്ക് മെഡിസിൻസ് ഉണ്ട്, അത് മൈൻഡ് ചെയ്തില്ല. ഇത് 2 എണ്ണമാണ് ഉള്ളത്. ഇനി ഇതിൽ ഏതിനെ സെലക്ട് ചെയ്യും? ബൊറാക്സ് കൊടുക്കണോ ലൈക്കോപോഡിയം കൊടുക്കണോ? കൺഫ്യൂഷൻ ആയി. ഒന്നും നോക്കിയില്ല. ഫതക്കിന്റെ മെറ്റിനമെഡിക്ക തുറക്കുന്നു. മെറ്റിനമെഡിക്ക തുറന്ന് ബൊറാക്സ് വായിച്ച സമയത്ത് അതിനകത്ത് ഫീമെയിലിൽ എഴുതി വെച്ചിരിക്കുന്ന വരി ഇങ്ങനെയാണ്: സ്റ്റെറിലിറ്റി ഫേവേഴ്സ് ഈസി കൺസെപ്ഷൻ. പിന്നെ എന്തെങ്കിലും നോക്കാനുണ്ടോ? ഒന്നും നോക്കാനില്ല. സിംപ്ലി ബൊറാക്സ് 30 കൊടുത്തു. 4 പില്ല് 4 നേരം സിംപ്ലി നമ്മൾ കൊടുക്കണു. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ നിങ്ങൾ ചോദിക്കരുത് ഇത് മാത്രമാണോ കൊടുത്തതെന്ന് ചോദിക്കരുത്. ഇൻഫെർട്ടിലിറ്റി കേസ് വരുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു സാധാരണ ഒരു പേഷ്യന്റ് വരുന്നതിനേക്കാൾ അധികം മെന്റൽ സ്ട്രെസ് ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ സഫർ ചെയ്തിട്ടായിരിക്കും ഈ ആൾക്കാർ നമ്മളുടെ അടുത്തേക്ക് വരുന്നത്.
സോ ഇവരുടെ എഗ്ഗിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. 28 days സൈക്കിളിലൊക്കെ മെൻസസ് ആവുന്നുണ്ടായിരിക്കാം, അതൊക്കെ ഇവർ ഭയങ്കര അഭിമാനത്തിൽ പറയുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യമില്ല, എഗ്ഗിന് ക്വാളിറ്റി അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കൺസീവ് ആകാൻ പോകുന്നില്ല. സോ അവിടെ നമുക്ക് ഉറപ്പായിട്ടും കൊടുക്കേണ്ട ഒരു ഡ്രഗ് ലെവൽ, അതായത് ഇന്നത് സ്പെസിഫിക് ആയിട്ട് കൊടുക്കേണ്ട ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ കൊടുക്കുന്ന മെഡിസിൻ ആണ് ഫോളിക്കുലിനം 30 കൊടുക്കും. ഫോളിക്കിൾസിന്റെ ഗ്രോത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളിക്കുലിനം 30 പിൽസിൽ 4 വെച്ച് 2 നേരം. അതിന്റെ കൂടെ ഓവറീസ് 3x ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഓവറീസ് 3x പൗഡർ ഫോമിൽ പോവാറുണ്ട് 2 നേരം. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിന്റെ കൂടെയാണ് നമ്മൾ എന്ത് കൊടുക്കണേ, ബൊറാക്സ് 30 കൊടുക്കുന്നു, 4 pills 4 times. അതങ്ങനെ 1 മാസം പോയി കേട്ടോ. മരുന്നൊന്നും മാറ്റാനേ നിന്നില്ല. കാരണം നമുക്ക് തോന്നുമല്ലോ, നോക്കാം ഇതൊന്ന് പെക്യൂലിയർ ആയിട്ട് ഉള്ള സിംറ്റം ആണോ എന്നൊന്ന് അറിയണമല്ലോ. സിംപിളി എനിക്ക് ഒരു ദിവസം വെളുപ്പിനെ 4:30 ഒരു കോള് വരാണ്. ഞാൻ നല്ല ഉറക്കത്തിലാണ്, കോള് സൈലന്റ് ആക്കി വെച്ചിട്ട് ഞാൻ നല്ല ഉറക്കമാണ് കേട്ടോ. 6 മണി വരെ സൈലന്റ് ആക്കിയതിന് ശേഷം പിന്നെ കോള് കണ്ടിന്യൂസ് ഇരിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഉറക്കപ്പിച്ചിലായി പോയി. അതുകൊണ്ടാ 6 മണിക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു 7-8 മിസ് കോള് കിടക്കുക. ഇവരാണ്, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസീവ് ആയി എന്ന് പറയാനാ വിളിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കണില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസ് വേറെ എന്തെങ്കിലും ആയോ എന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുക്കുമ്പോൾ ആൾ എന്നോട് പറയുന്നത് ഭയങ്കര കരച്ചിലാണ്. 15 വർഷം എനിക്ക് റെഡ് ലൈൻ കണ്ടു ഡോക്ടർ, ഞാൻ അയച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പറയൂ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക ആ മൊമെന്റ് എത്ര പ്രഷ്യസ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവർക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 2 മാസം ആകാൻ പോകുന്നു ബേബിക്ക്. നല്ല കേസ് അല്ലേ? അടുത്ത കേസിലേക്ക് പോവാം നമുക്ക്. താങ്ക് യു സോ മച്ച്. റെസ്പോണ്ട് ചെയ്യുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത കേസിലോട്ട് പോവാമേ. അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ആണ്. ഇതുപോലെ വലിയ കഥയൊന്നും വലിയ ഏതോ മൈക്ക് ഓൺ ആണെന്ന് തോന്നി. ഡോക്ടർ ബൊറാക്സ് 30 സെലക്ട് ചെയ്യാൻ. 30 സെലക്ട് ചെയ്യാൻ സിമ്പിൾ അല്ലേ ഡോക്ടർ? അതായത് അവർക്ക് ആ പ്രശ്നം സ്റ്റിൽ അക്യൂട്ട് ആയിട്ട് വരുന്നതാണ്, എല്ലാ മെൻസസിലും കാണിക്കുന്ന ഒരു ഇതാണ്. സോ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ മെഡിസിൻ പോകണം എന്നുള്ളത് കൊണ്ട് 30 സെലക്ട് ചെയ്തു. നമുക്ക് ഈ പൊട്ടൻസി സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയാണ്, നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ 200 കൊടുത്താലും വർക്ക് ആവുമായിരിക്കാം. പക്ഷെ അപ്പം അവിടെ നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇത്ര അളവിൽ കണ്ടിന്യൂസ് ആയിട്ട് പോവട്ടെ. അവർക്ക് ഇംപ്രൂവ്മെന്റും ഉണ്ടായി, വജൈനൽ ഫ്ലാറ്റസ് നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നു. അപ്പൊ നമ്മളവിടെ മെഡിസിൻ ചേഞ്ച് ചെയ്തില്ല, അത് തന്നെ അങ്ങനെ പോയി 30 ആവുന്നതുകൊണ്ട് കണ്ണു അടച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് നമ്മൾ ബൊറാക്സിന്റെ കൂടെ എന്തോ കൊടുത്തുന്നു, കാൽക്കരി ഓവർടോസ്റ്റ. അതെ, ഓവറീസ് 3x. ഞാൻ കൊടുക്കുന്ന കമ്പനി എന്ന് പറഞ്ഞാല് ഇതാ ബയോഫോഴ്സിന്റെ ഇതാണ് കൊടുക്കാറുള്ളത് കേട്ടോ. ഒവാറ്റോസ്റ്റ എന്ന് വേറെ കമ്പനീസിലല്ലേ വിളിക്കുക. ഓവറീസ് 3x ആണ് കൊടുക്കുക, പൗഡർ ഫോം. അത് അതുപോലെ കുറെ പേര് പറഞ്ഞ് കേട്ടിട്ടുള്ളത് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ ഓവറീസ് 3x മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ, ഒവാറ്റോസ്റ്റ ട്രൈ ചെയ്തിട്ടില്ല. ഈ ഓവറി 3x ഊഫറിനുമാണോ അതോ ഓവറി 3x എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടോ? ഓവറീസ് 3x എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഊഫോറിനും ആണ് ഈ ഒവാറ്റോസ്റ്റ കാറ്റഗറിയിൽ വരുന്നതെന്ന് തോന്നുന്നു. ബയോഫോഴ്സിന് ഓവറീസ് 3x എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതും പൗഡർ ഫോം ആണ് എഫക്റ്റീവ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാണ്. എത്ര ദിവസം കൊണ്ടാണ് കൺസീവ് ആയത്? ഫസ്റ്റ് അടുത്ത ഒരു പീരീഡ്സ് വരെയും ബൊറാക്സ് 30 പോയി. അതിന്റെ അടുത്ത പീരീഡ്സ് അവർക്ക് വന്നിട്ടില്ല. ഓക്കെ, അടുത്ത കേസിലേക്ക് പോവാലോ അല്ലെ? അർച്ചന ചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ചോദിക്കാനാണോ? അല്ല സർ അറിയാതെ വന്നു. അടുത്ത കേസ് ഒരു ഡൗട്ടും കൂടി ഡോക്ടർ, ഈ ഓവറീസ് 3x ഈ കേസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതോ ഫോളിക്കുലം 30 മാത്രമാണോ ബി ഡി കൊടുത്തത്? ഈ കേസിൽ കൊടുത്തിട്ടില്ല. അപ്പൊ SOS ആയിട്ട് കൊടുക്കുന്നപ്പോ ഡോക്ടർ ഉദ്ദേശിച്ചത് അപ്പം അത് എന്ത് കൺസിഡർ ചെയ്തിട്ടായിരിക്കും? അപ്പൊ SOS ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല ഡോക്ടർ. SOS ആയിട്ട് കൊടുക്കും എന്നല്ല പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇതുപോലത്തെ ഫീമെയിൽ കംപ്ലൈന്റ്സ് വരുമ്പോ എഗ്ഗിന്റെ ക്വാളിറ്റി നമ്മൾ സംശയിക്കുന്നുണ്ട്
എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് മെഡിസിൻ ആണ് ഓവറി സ്ത്രീ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓവലേഷൻ ഡിലേ ആവുന്നു, മെൻസസ് നീണ്ടു പോകുന്നു, അങ്ങനെയൊക്കെ വരുന്ന ഇപ്പൊ PCOD കേസസ് ഒക്കെ വരുന്നില്ലേ, അല്ലെങ്കിൽ പോട്ടെ അഡിനോമൈസിസോ എൻഡോമെട്രിയോസിസോ അങ്ങനെയുള്ള എന്ത് കണ്ടീഷനോ ആയിക്കോട്ടെ, മനസ്സിലായി, പ്രോപ്പർ ആയിട്ട് അവിടെ ഒരു ഓവലേഷൻ, ചിലർ ഫോളിക്കുലാർ സ്റ്റഡി ഒക്കെ നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ടുമായിട്ട് വരും, അപ്പൊ നമുക്ക് കാണാം അതിനകത്ത്. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഓവറീസ് അവിടെ കൊടുക്കാം. ഇവിടെ ഈ കേസ് ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യലി അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, പിന്നെ നമ്മള് അങ്ങനെയാണ് അത് കൊടുത്തത്. ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. ആ ഓ ഡോസേജ് എങ്ങനെയാണ് ഏതിൻ്റെതാണ് ഡോക്ടർ? ഈ ഓവറി 3x പൗഡർ ഫോമിലാണെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ പേഷ്യന്റിന് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? ഞാൻ കൊടുക്കുന്ന രീതി എന്താ വെച്ചാല്, അതിന് നമ്മളിപ്പം SL എടുക്കുന്ന അതേ അളവുണ്ടല്ലോ, ആ അളവില് ഡോസ് ആയിട്ടാണ് കൊടുക്കുക. ഒരു ഡോസ് രാവിലെ, ഒരു ഡോസ് രാത്രി. പൗഡർ ഫോമിലാണ് കിട്ടുന്നത്, അപ്പൊ അങ്ങനെയാണ് കൊടുക്കുക. ടാബ്ലറ്റ് ആണെങ്കിൽ 111 333 അതെങ്ങനെയാന്ന് വെച്ചാൽ കൊടുക്കുക. എന്റെ ക്ലിനിക്കിൽ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ശരി, അപ്പൊ അത് മിക്ക കണ്ടീഷൻസിലും കൊടുക്കാറുണ്ടോ? ഇൻഫെർട്ടിലിറ്റി വരുന്ന മിക്ക കണ്ടീഷൻസിലും കൊടുക്കാറുണ്ടോ? അത് ഏതെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ടോ? ഇതാണ് ഡോക്ടർ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്, അഡിനോമയോസിസോ PCOD. അതായത് നിങ്ങളിപ്പം ഓവുലേഷൻ മര്യാദയ്ക്ക് നടക്കുന്നില്ല, എഗ്ഗിന്റെ ക്വാളിറ്റി ശരിക്കും കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള കേസിലാണെങ്കിൽ നമുക്ക് ഓവറീസ് കൊടുക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, അടുത്ത കേസിലോട്ട് പോവാം. അടുത്ത കേസ് വെച്ച് 29 വയസ്സേ ആയിട്ടുള്ളൂ ആൾക്ക്, പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷത്തോളമായി, ഒരു അബോർഷന്റെ ഹിസ്റ്ററി ഉണ്ട്. ഇവരുടെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഉണ്ട്. എന്നാൽ ഈ പറയുന്ന ഫൈബ്രോയിഡ്സ് ഒന്നും തന്നെ ഭയങ്കര വലിയ സൈസിലേക്ക് എത്തിയിട്ടില്ല, കുട്ടി കുട്ടി ഫൈബ്രോയിഡ്സ് ആണ്. ഓക്കെ, അതിന്റെ കൂടെ തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്. 50 mcg തൈറോണോം ഇവര് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡിന്റെ കൗണ്ട് കുറവാണ്, മോട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, ആള് നല്ല രീതിയിൽ ബ്രീതിങ് ഡിഫിക്കൽറ്റി വരുന്ന ആളാണ്, ഇടയ്ക്കിടയ്ക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നല്ല രീതിയിലുള്ള അലർജിക് ആണ്. ഈ കേസ് ഞാൻ ഇവിടെ എടുക്കാൻ കാരണമുണ്ട്. ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മളിപ്പോ ജെൻസിന്റെ സൈഡിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും നമ്മളുടെ സെമന്റെ ക്വാളിറ്റിയും, അതായത് സ്പേംസിന്റെ എന്താ പറയാ കൗണ്ടും മോട്ടിലിറ്റിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് വരുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സെമൻ അനാലിസിസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ റെസ്പിറേറ്ററി പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം കൊടുത്ത് അത് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സെമൻ അനാലിസിസിൽ ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. സോ നമ്മൾ ആ കേസിൽ ഉറപ്പായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ റെസ്പിറേറ്ററി കണ്ടീഷന് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയും പോലെ ഒരുപാട് പേര് നമ്മൾ പുറത്ത് കാത്തിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കേസ് ടേക്കിങ്ങിന്റെ സമയം കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ക്ലൂ ഒന്ന് കൺസിഡർ ചെയ്ത് അവരുടെ അലർജിക് സിംറ്റംസ് എല്ലാം എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി മെഡിസിൻസ് കൊടുക്കുന്നു. കൊടുത്ത മരുന്ന് സൾഫർ 10 ആണ്. സൾഫർ 10 വീക്കിലി വൺസ് ഓരോ ഡോസ് പോയിട്ടുണ്ട്. ഓക്കെ, സൾഫർ 10 ആണ് കൊടുത്തത്, വീക്കിലി വൺസ് ഏർലി മോർണിംഗ് ഓരോ ഡോസ് പോയിട്ടുണ്ട്. അതിന്റെ കൂടെ ശ്വാസമുട്ട് അധികം കൂടി വരുന്ന സമയമാണെങ്കിൽ ബ്ലാറ്റർ ടിഞ്ചർ SOS ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഓഫ് കോഴ്സ് എപ്പോഴും പറയാറുള്ളതാണ്, മോട്ടിലിറ്റി കുറവാണോ കണ്ണടച്ച് നമുക്ക് ട്രിബിളസ് കൊടുക്കാം. ട്രിബിളസ് ഭയങ്കര സ്പെസിഫിക് ആണ്. ട്രിബിളസ് ടിഞ്ചർ പോയി, കൂടാതെ അശ്വഗന്ധ ടിഞ്ചർ പോയി. അശ്വഗന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റീജനറേഷൻ ആണ് നമ്മുടെ ബോഡിയിൽ നടത്തുന്നത്. എസ്പെഷ്യലി ഇൻഫെർട്ടിലിറ്റി കേസസിൽ നമുക്ക് ഈ സ്പേമിന്റെ കൗണ്ടും മോട്ടിലിറ്റിക്കും എല്ലാം ആക്ഷൻ കിട്ടുന്ന, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻ ആണ് അശ്വഗന്ധ എന്ന് പറയുന്നത്. ഈ അശ്വഗന്ധ ഇവിടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷനും കൂടെ ഉള്ളതുകൊണ്ട് അതും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ ആക്ട് ചെയ്യും. സോ നമ്മൾ ഇവിടെ ട്രിബിളസിന്റെ ടിഞ്ചർ, അശ്വഗന്ധ ടിഞ്ചർ, സൾഫർ 10 വീക്ക്ലി വൺസ് ഓരോ ഡോസ് SOS ആയിട്ട് ബ്ലാറ്റിംഗ് കൊടുത്തിട്ടാണ് ഹസ്ബൻഡിന്റെ സൈഡ് നമ്മൾ വെക്കുന്നു. ആ മെഡിസിനിൽ നമ്മൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. മീൻസ് ഇവരുടെ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഫസ്റ്റ് ഒരു എന്താ പറയാ 1 മന്ത് സൾഫർ 10 വീക്ക്ലി വൺസ് പോയപ്പോൾ തന്നെ ആള് നല്ല രീതിയിൽ ബെറ്റർ ആയി. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. വേണ്ടി വന്നാൽ 15 ഡേയ്സ് കൂടുമ്പോഴെങ്ങാനും ഒരു ഡോസ് അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് വൈഫിലേക്ക് വരാം. ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സും തൈറോയിഡിന്റെ ഇഷ്യൂസും കാണിക്കുന്നുണ്ട്. ഈ
മദർ ടിഞ്ചർ കൊടുത്തിരിക്കുന്നത് 10x3 അല്ലെങ്കിൽ 10x2. അത് നമുക്ക് എങ്ങനെയാ വെച്ചാൽ നോക്കിയിട്ട് കൊടുക്കാം. ഈ തൈറോയിഡിന്റെ ഹിസ്റ്ററി, ഇനി തൈറോയിഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി കേസസിൽ ഇപ്പോ വരുന്ന എല്ലാവർക്കും തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ലേഡിയോട് സംസാരിക്കുന്ന സമയത്ത് ഈ തൈറോയിഡിന്റെ ഇഷ്യൂസ് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇവർ ഒരു പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയമാണ്. അതായത് ഒരു മെൻസസ് ടൈമിലാണെങ്കിലോ അല്ല ഇപ്പൊ ഇവരൊരു കല്യാണം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുന്നു. ഒരിക്കലും ഒരു പെൺകുട്ടി അത്രയും നാളും ജീവിച്ച രീതിയിലായിരിക്കില്ല മറ്റൊരു വീട്ടിലെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോൾ. അങ്ങനത്തെ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയത്ത്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഐഡന്റിഫൈ ചെയ്തതോ, അതായത് ആ ഒരു വ്യത്യാസങ്ങൾ കാരണം വന്ന തൈറോയിഡോ, അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത്, ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് തൈറോയിഡ് ഡിറ്റക്ട് ചെയ്തിരുന്നു, അതിനുശേഷം ഒരു സെക്കൻഡറി കൺസീവ് ആകുന്നില്ല, അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ ഉണ്ടല്ലോ. ഇതിപ്പോ ഇൻഫെർട്ടിലിറ്റി എന്നല്ല, ഇങ്ങനെ ഈ ഒരു കറക്റ്റ് ഈ ഒരു ഡെവലപ്മെന്റിന്റെ സമയത്ത് തൈറോയിഡ് ഇഷ്യൂസ് വന്നു എന്ന് പറയുന്ന കേസിൽ നമുക്ക് ഡെഫിനറ്റ്ലി കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന റെമഡി എന്ന് പറയുന്നത് തൈറോയിഡിനമാണ്. തൈറോയിഡിനും 200 ആണ് സാധാരണ കൊടുക്കാറ്. 200 ഒറ്റ ഡോസ് കൊടുത്ത് ആ കേസ് നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അതിനിപ്പോ സ്കിൻ കംപ്ലൈന്റ് ആയിക്കോട്ടെ, വേറെ എന്ത് കംപ്ലൈന്റ് ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു തൈറോയിഡ് ഇഷ്യൂസ് വരുന്നുണ്ട്. ആ തൈറോയിഡിന്റെ ഇഷ്യൂസ് അവരുടെ ലൈഫിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡിനും 200 കൊടുത്തിട്ട് ആ കേസ് സ്റ്റാർട്ട് ചെയ്യാം. വേണമെങ്കിൽ അത് 1mmലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അത് കേസിന്റെ ഇംപ്രൂവ്മെന്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഈ കേസിൽ ഈ പറയുന്ന തൈറോയിഡ് ഐഡന്റിഫൈ ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ആണ്. ആഫ്റ്റർ മാരേജ് ഈ കുട്ടി വിചാരിച്ചതുപോലെയുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ഫാമിലിയിലല്ല ചെല്ലുന്നത്. അതായത് ഈ കുട്ടി ഓവറായിട്ട് പ്രതീക്ഷിച്ചു എന്നല്ല, പക്ഷെ കടങ്ങളുള്ള ഒരു ഫാമിലിയിലേക്കാണ് കയറി ചെല്ലുന്നത്. അപ്പൊ ഈ കുട്ടിയുടെ വീട്ടിൽ ഇങ്ങനെ കടക്കാര് വന്ന് പൈസ ചോദിക്കുന്ന ഒരു അവസ്ഥ ഈ കുട്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ അത് ക്രിയേറ്റ് ചെയ്തൊരു ട്രോമ ഉണ്ട്. അപ്പൊ അത് എന്തുണ്ടാക്കുകയാണ്, കുറച്ച് ഹോർമോൺ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, തൈറോയിഡിന്റെ ഇഷ്യൂസ്, ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇനി ഇവിടെ ഈ ഹൈപ്പോതൈറോയിഡിസം, ഈ ഇൻഫെർട്ടിലിറ്റി കേസിൽ നിങ്ങളുടെ അടുത്തൊരു തൈറോയിഡ് പേഷ്യന്റ് വരാന്നിരിക്കട്ടെ, എൻ്റെ ഒരു സജഷൻ ആണിത്. ഒരിക്കലും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന തൈറോയിഡും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയരുത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കലും ഈ തൈറോയിഡിന്റെ ലെവലിലെ വേരിയേഷൻസ്, ഇപ്പൊ തൈറോയിഡിന് വേണ്ടി അവർ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുവാണെങ്കിൽ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടോ ഒക്കെ നോക്കാം. പക്ഷെ ഒരു പ്രഗ്നൻസി ആഗ്രഹിച്ച് വരുന്ന കേസ് ആണെങ്കിൽ നമ്മൾ എടിപിടി എന്ന് പറഞ്ഞ് ഈ തൈറോയിഡും സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മെഡിസിൻ കൊടുത്ത് ഇൻ കേസ് അവർ കൺസീവ് ആയി എന്ന് വിചാരിക്കുക. ഒരു ബേബിയുടെ ഡെവലപ്മെന്റിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വേരിയേഷൻസ് വന്നാൽ അത് ചിലപ്പോൾ കുഞ്ഞിനെയും ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ 25 കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് അതിന്റെ കൂടെ വേണം നമ്മൾ നമ്മുടെ മെഡിസിൻസ് കൊടുക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവര് 25 കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഞാൻ തൈറോയിഡിന്റെ ആന്റിബോഡീസ് ചെക്ക് ചെയ്യാൻ വിട്ടപ്പോൾ ആന്റി-TPO 400 എബോവ് ആണ് കാണിക്കുന്നത്. സോ ഹൈപ്പോതൈറോയിഡിസം എന്നുള്ള കണ്ടീഷൻ ഇവിടെ എന്തായി മാറുകയാണ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഹാഷിമോട്ടോസും കൂടെ കവർ ചെയ്യുന്ന മെഡിസിൻ വന്ന് ഓട്ടോ ഇമ്മ്യൂൺ ആയി. അപ്പോൾ ഇത് ഹാഷിമോട്ടോസും കൂടെ കവർ ചെയ്യുന്ന മരുന്ന് അവിടെ വന്നിട്ടേ കാര്യമുള്ളൂ. കേസ് എടുക്കുന്ന സമയത്ത്, കേസ് എടുക്കാൻ അങ്ങനെ ഒരുപാട് വലിയ സിംറ്റംസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഹസ്ബൻഡ് ആണ്. പിന്നെ ഇവരെ കുറിച്ച് ആരും കുറ്റം പറയുന്നത്, അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടുകാരായിക്കോട്ടെ, ആര് കുറ്റം പറഞ്ഞാലും ഇവർക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള മിസ്റ്റേക്കും ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് എല്ലാം എന്താ പറയുക, നല്ല കുട്ടിയാണ്, ആ രീതിയിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇവര്. അതുപോലെ തന്നെ ഇപ്പൊ ഹസ്ബൻഡിന് രാവിലെ കൃത്യം 6 മണിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അത് 6 മണിക്ക് തന്നെ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം. അതൊരു 5 മിനിറ്റ് വൈകിയാൽ ഇവർ ചിന്തിക്കുന്നത് എന്താ വെച്ചാല്, അയ്യോ ഹസ്ബൻഡ് എന്നെ കുറിച്ച് മോശം വിചാരിക്കുമോ, എന്റെ ഉറക്കം കൂടി പോയി എന്ന് കരുതുമോ. അപ്പൊ ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 7 years ആയി എന്ന് ഓർക്കണം. ആദ്യത്തെ കാലഘട്ടങ്ങളിലാണെങ്കിൽ ഓക്കെ. അപ്പൊ ഇവരുടെ നേച്ചർ, ഒരു ബേസിക് നേച്ചർ അങ്ങനെ ഉള്ളതാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. അത് മാത്രമല്ല, എപ്പോഴും കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് ഒറ്റയ്ക്ക് ഇരുത്തി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. എന്താണെന്നറിയാമോ? അതായത് ഞാൻ അത്ര നല്ലൊന്നും അല്ല ഡോക്ടർ. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാ, എന്തൊക്കെയാ പോസിറ്റീവ്സ്, എന്തൊക്കെയാ കുട്ടീന്റെ, അതായത് വരയ്ക്കുക, പാടുക, അങ്ങനെയുള്ള എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആൾ പറയും, അയ്യോ എന്നെ ഒന്നിനും കൊള്ളൂല ഡോക്ടർ, എന്നെ ഒന്നിനും കൊള്ളൂല. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു വേസ്റ്റ് ആണ്.
അങ്ങനെ. എന്നാൽ അത് ആള് സമ്മതിക്കുന്നു, പക്ഷെ അത് മറ്റൊരാൾ അറിയുന്നത് ആൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ആളോട് നിനക്ക് ഇത് നീ ഇത്രയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ശരിക്കും അങ്ങനെ നമ്മൾ ഒരുപാട് കൊടുക്കാത്ത ഒരു റെമഡിയാണ്. ഞാൻ ഈ റെമഡി വായിക്കാൻ കാരണം എനിക്ക് കിട്ടിയ ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആന്റി TPO പോസിറ്റീവ് ആണെന്നുള്ളതാണ്. ഈ ആന്റി TPO പോസിറ്റീവ് ആയതിന് നമ്മൾ കൊടുക്കുന്ന കുറച്ച് സ്പെസിഫിക് മെഡിസിൻസ് ഉണ്ട്. അതിൽ പെടുന്ന ഒരു മെഡിസിന് ഇതേ ക്യാരക്ടറാണ് ഉള്ളത്. ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? വെരി ഗുഡ്. മിഥുന ചേച്ചി, അംബ്രാഗ്രിസിയ കറക്റ്റ് ആണ്. അംബ്രാഗ്രിസിയ എടുത്ത് വായിച്ചപ്പോഴാണ് അംബ്രാഗ്രിസിയുടെ ക്യാരക്ടർ ഇത് തന്നെയാണ്. അപ്പോ അംബ്രാഗ്രിസിയ ഒന്നും നോക്കിയിട്ടില്ല, അംബ്രാഗ്രിസിയ കൊടുത്തു. ആദ്യം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഫസ്റ്റ് 2 വീക്ക് ഈ പറഞ്ഞ പോലെ അംബ്രാഗ്രിസിയ 30 പിൽസിൽ 2 നേരം കൊടുത്തു, കാരണം ഈ TPO ഒന്ന് ഓക്കെ ആയി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടുത്ത 2 വീക്ക് ആയപ്പോഴത്തേക്ക് അംബ്രാഗ്രിസിയ 200ലേക്ക് പോയി. ഓക്കെ, അംബ്രാഗ്രിസിയ 200 വീക്ക്ലി വൺസ് ഓരോ ഡോസിലേക്ക് പോയി. അതിന്റെ കൂടെ തൈറോണും പോകുന്നു. വേറെ ഈ കേസിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല, അത് മാത്രമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഹസ്ബൻഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡിന്റെ റെസ്പിറേറ്ററി ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആയി വരുന്നുണ്ട്. അടുത്തൊരു 3 മാസത്തെ റിസൾട്ട് കഴിഞ്ഞിട്ട് സെമൻ അനാലിസിസ് വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ കൗണ്ടും മോർട്ടലിറ്റി നല്ല രീതിയിൽ ഇംപ്രൂവ് ആയി. സോ നമുക്കറിയാം ഈ കേസ് പോകുന്നത് കറക്റ്റ് റൂട്ടിൽ തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. വൈഫിന്റെ കാര്യം മാത്രമേ നമുക്ക് ഡൗട്ട് ഉള്ളൂ. അത് 3 മാസം കഴിഞ്ഞ് ആന്റി TPO നോക്കിയപ്പോൾ 400-ൽ നിന്നത് 200-ലേക്ക് എത്തി. സോ നമ്മുടെ മരുന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ളത് കൺഫേം ആണ്. അതൊരു കുറച്ച് നാളും കൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്കും ആള് കൺസീവ് ആകുകയാണ് ചെയ്തത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത കേസിലേക്ക് പോവാം. ആന്റി TPO ഒക്കെ നമ്മൾ സ്പെസിഫിക് പോലെ പോകുന്ന കുറച്ച് മെഡിസിൻസ് പറഞ്ഞില്ലേ, അതിനെ കുറിച്ചൊന്ന് ഡിസ്കസ്. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, പക്ഷെ നമ്മുടെ സമയം പോകും. ഓക്കെ, ആന്റി TPOയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അംബ്രാഗ്രിസിയ നല്ലൊരു സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെയാണ് സെപ്പിയ നല്ലൊരു മെഡിസിൻ ആണ് TPO കുറയാൻ വേണ്ടി. തൈറോയിഡിനും ഓഫ് കോഴ്സ് അതിലൊരു ആക്ഷൻ ഉണ്ട്. അത് മാത്രമല്ലാതെ ഇച്ചിനേഷ്യ ഭയങ്കര സൂപ്പർ ആണ്. നമുക്ക് ഇച്ചിനേഷ്യ അത് ടിഞ്ചർ ആണ് കൊടുക്കാറ്. ആക്ച്വലി എനിക്ക് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇച്ചിനേഷ്യ ടിഞ്ചർ രാവിലെ 1/4 ഗ്ലാസ് വെള്ളത്തിൽ 10 തുള്ളി, അശ്വഗന്ധ ടിഞ്ചർ രാത്രി 1/4 ഗ്ലാസ് വെള്ളത്തിൽ 10 തുള്ളി. ഈ ഇച്ചിനേഷ്യ നിങ്ങൾക്കറിയാം ബ്ലഡ് പ്യൂരിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് അതിന്റെ ലോജിക്ക്. ആന്റി TPO റൈസ് ആവുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെതിരെ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. സോ ഇച്ചിനേഷ്യക്ക് അവിടെ ഡെഫിനറ്റ്ലി ആക്ട് ചെയ്യാൻ പറ്റും, തൈറോയ്ഡ് ഗ്ലാൻഡിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് അശ്വഗന്ധ ഫോർ കംപ്ലീറ്റ് റീജനറേഷൻ ആണ്. ഈ പറയുന്ന ഇൻഫ്ലമേഷനെ ഹീൽ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കഴിവുള്ള ഒരാളാണ് അശ്വഗന്ധ. അത് നൈറ്റ് ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ഉറക്കത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ബോഡി കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഈ അശ്വഗന്ധയ്ക്ക് നന്നായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഈ 2 മരുന്ന് മാത്രം ഒന്ന് കൊടുത്തിട്ട് ആന്റി TPO നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. എനിക്ക് കിട്ടിയിട്ടുണ്ട്, റിസൾട്ട് നല്ലപോലെ കിട്ടുന്നതാണ് ഈ പറയുന്ന സ്പെസിഫിക്കുകൾ. ഓക്കെ, അടുത്തതിലേക്ക് പോയിക്കോട്ടെ. അടുത്ത കേസ് എന്ന് പറഞ്ഞാല് ഒരു 36 ഏജിലേക്ക് പോയിട്ടോ. ഒരു 36 വയസ്സാണ്. ഇവർക്കെന്ന് വെച്ചാൽ ഏകദേശം ഒരു 3 അബോർഷനോളം ആയിട്ടുണ്ട്. ഒന്നും ഹാർട്ട് ബീറ്റ് എത്തിയിട്ടില്ല. ഹാർട്ട് ബീറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ പോയതാണ്. കുറെ പ്രാവശ്യം IUI ചെയ്തു, ഒരു IVF ചെയ്തു, അതും ഫെയിലായി. തൈറോണും കഴിക്കുന്നുണ്ട്, 50 mcg വെച്ച് കഴിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ലേറ്റ് മാരേജ് ആയിരുന്നു. ഒരു 6 വർഷം ആവുന്നേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് ഈ കേസിലേക്ക് വരും. ഹസ്ബൻഡിന്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആളുടെ ഹെൽത്ത് എല്ലാം പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരിക്കലും ഇൻഫെർട്ടിലിറ്റി കേസിൽ ഒരാൾക്ക് മാത്രം മരുന്ന് കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. 2 പേർക്കും ഉറപ്പായിട്ടും മരുന്ന് കൊടുക്കണം. അത് ഒരു സൈക്കോളജിക്കൽ ആണ്. കാരണം ഒരാൾക്ക് മാത്രം പ്രശ്നമുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഒഴിവാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. 2 പേരും കൂടി ഒന്നിക്കുമ്പോഴാണ് ഒരു ബേബി ഉണ്ടാവുന്നത്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് 2 പേർക്കും ഉള്ള ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹസ്ബൻഡിന് ഒരു ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് SLM BPLs ഒക്കെ കൊടുത്തിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കണം. നമ്മൾ എന്തിനാ മരുന്ന് കൊടുക്കുന്നത്? സെമന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് നിർത്താൻ, സ്പേം പക്ക ആയിരിക്കണം എന്നുള്ള ഇത് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കൊടുത്തു പോകും. ഓക്കെ,
ദെൻ ഇവരുടെ കേസ് ഹസ്ബൻഡിന്റെ സൈഡ് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അഡിനോമയോസിസ് ഉണ്ട്. അഡിനോമയോസിസ് ഉണ്ടെങ്കിലും അതങ്ങനെ ഒരുപാടൊന്നും ഇല്ല. ഓക്കെ, വളരെ മൈൽഡ് സ്റ്റേജിലുള്ള ഒരു അഡിനോമയോസിസ് ആണ് ഉള്ളത്. ബട്ട് AMHന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.03 ഉള്ളൂ. ഇവിടെ നമുക്ക് ഓവറീസ് കൊടുക്കാം, ഓവറീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാരണം AMHന്റെ വാല്യൂ വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ഒരു കോവിലകം പോലുള്ള ഒരു സ്ഥലത്ത് ജനിച്ച് വളർന്ന നാട്ടുംപുറത്തുകാരി എന്നൊക്കെ പറയത്തില്ലേ, അതായത് അമ്പലത്തിൽ പോകുന്നു, വിളക്ക് കത്തിക്കുന്നു, അതൊക്കെ ഇങ്ങനെ എല്ലാത്തിലും ഒരു ദൈവ ചൈതന്യം, ഒരു ദൈവമയം, ദൈവത്തെ പേടിച്ച് ജീവിക്കുക അങ്ങനെയൊക്കെ പറയല്ലോ. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അതായത് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന് എപ്പോഴും ഇങ്ങനെ തിങ്ക് ചെയ്ത് അത് മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര പങ്ക്ച്വലാണ് ആള്. ഇപ്പൊ ഇവിടെ 8 മണിക്ക് മീറ്റിംഗ് തുടങ്ങും എന്ന് പറഞ്ഞാല് 7:55 ആള് ഹാജരായിരിക്കും. അതുപോലെ തന്നെ ഈ പേഷ്യന്റ് വരുന്ന സമയത്ത് ഫസ്റ്റ് മുതലുള്ള എല്ലാ റിപ്പോർട്ട്സും ഇവരുടെ കയ്യിലുണ്ടാവും. ഫുൾ റിപ്പോർട്ട്സ് കയ്യിലുണ്ടാവും. ഒരെണ്ണം പോലും മിസ്സാക്കില്ല. നമുക്ക് ഏത് സമയത്ത് ചോദിച്ചാലും എടുത്തു തരാനായിട്ട് റിപ്പോർട്ടുകൾ ആളുടെ കയ്യിലുണ്ടാവും. അതുപോലെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. കറക്റ്റ് ആയിട്ട് 3 മന്ത് കൂടുമ്പോ എല്ലാം ചെക്ക് ചെയ്ത്, നോർമൽ ആണ്, ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നിരുന്നാൽ പോലും ചെക്ക് ചെയ്ത് ഞാൻ ഓക്കെ ആണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ ഇങ്ങനെയുള്ള ഒരാൾക്ക് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, 3 അബോർഷന്റെ ട്രോമ ഉണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഇവർ എന്താണ്, ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകേണ്ട ആളാണ്. ഈ ഡിപ്രഷനിൽ നിന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ഹസ്ബൻഡിന്റെ സപ്പോർട്ടാണ്. ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ഒരിക്കലും ഒരു കുഞ്ഞല്ല നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻസ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർ രണ്ടുപേരും അത്രയും ഒരു ബോണ്ടിങ്ങിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്താ, ഇവര് ഈ ഡിപ്രഷനിലേക്ക് പോയാലും ചോദിക്കുമ്പോ സൂയിസൈഡൽ തോട്ടോ എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല, അങ്ങനെ ഒന്നും അതിന്റെ ഒരു അവസ്ഥ വന്നിട്ടില്ല. പക്ഷെ ആള് കൂടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് ചിന്തിച്ചു പോയേനെ എന്ന്. കാരണം ഒരു തവണ പോലും ആ ഒരു ഹാർട്ട് ബീറ്റ് കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവുന്നില്ലല്ലോ ഡോക്ടർ, അങ്ങനെയാണ് ആള് പറയുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഓഫീസിൽ കഴിഞ്ഞു വന്നിരുന്നാലും ഓഫീസിലെ ഫയല് വീട്ടിൽ കൊണ്ടുവന്ന് അത് ഫിനിഷ് ചെയ്യാതെ ആള് ഉറങ്ങില്ല. അത്രമേൽ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. മരുന്ന് പറയാമോ? ഓറം, നെക്സോം, കാർസിനോസിൻ, 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 അർസാൽ, ഓറം. ഓക്കെ, മിഥുന ചേച്ചി സ്കോർ ചെയ്തു. ഇനി ഉണ്ട് ആൾക്കാര് പേര് വായിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട്. ഓറമാണ്. ഇത്രയും തങ്കപ്പെട്ട ഒരു ഇതല്ലേ, ഓറമാണ്. പിന്നെ ഒരു കാര്യം കൂടി മറന്നു, ഇവർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ ഇവർക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര സമാധാനമാണ് കേട്ടോ. പക്ഷെ എന്ത് പാട്ടാന്നറിയോ, അതും ഭക്തി ഗാനങ്ങൾ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓറത്തിന് ടിപ്പിക്കലി അത് പറയുന്നുണ്ട്, റിലീജിയസ് ആയിട്ടുള്ള സോങ്സ് അവരെ ഭയങ്കരമായിട്ട് സമാധാനപ്പെടുത്തുന്നുള്ളത്. നമ്മളപ്പോ ചിന്തിക്കും ഓറത്തിന്റെ സൂയിസൈഡൽ ടെൻഡൻസി ആയിരിക്കും നമുക്ക് അവിടെ എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുക, ഇവിടെ അത്രയും ഒരു സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്നില്ലല്ലോ എന്ന് ഒരു ചിന്ത വരും. പക്ഷെ ഓറത്തിന് ഈ സൂയിസൈഡൽ ടെൻഡൻസി എപ്പോഴാ വരണേ, ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നു. ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരാള് അത്രയ്ക്കും ഹേർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ട് അത് കിട്ടിയില്ല, എന്റെ വേറൊരു വഴി പോകേണ്ടി വന്നു, എന്റെ ജീവിതം അവിടെ തീർന്നു എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് വരുമ്പോഴാണ് ഓറത്തിന് ഒരു സൂയിസൈഡൽ തോട്ട് വരണേ. പക്ഷെ ഇവിടെ അതിന് ആരും സമ്മതിക്കുന്നില്ല, ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല. അത്രമേൽ ഡിപ്പെൻഡഡ് ആണ് ഓറം, ഹസ്ബൻഡുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. അയാളെ അത്രയും കെയർ ചെയ്യുന്നുണ്ട്, അയാളുടെ ഹെൽത്തിൽ ആൻഷ്യസ് ആണ്. ഞാനില്ല എങ്കിൽ അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരു തോട്ടുണ്ട്. അപ്പൊ ഒരിക്കലും അവിടെ എന്ത് വരുന്നില്ല, സൂയിസൈഡൽ തോട്ട് വരുന്നില്ല. അപ്പൊ അവിടെ നമുക്ക് ഓറം കണക്ട് ചെയ്യാം. അപ്പം ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഓറത്തിന്റെ ഫതക്ക് എന്താ പറയുന്നത് നോക്കിയപ്പോ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഫീമെയില് സിഫിലിറ്റിക് സ്റ്റെറിലിറ്റി എന്നാ. ഓറം മറ്റ് സിഫിലിറ്റിക് മയാസത്തിലാ വരുന്നത്. സിഫിലിറ്റിക് സ്റ്റെറിലിറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നുമല്ല, എന്നെ സ്ട്രൈക്ക് ചെയ്താൽ നമുക്കിങ്ങനെ രോമാഞ്ചം ഉണ്ടാവത്തില്ലേ, അങ്ങനെയുള്ളൊരു സെന്റൻസ് എന്ന് പറഞ്ഞാല് ഇൻഡുറേഷൻ ആൻഡ് അൾസറേഷൻ ഓഫ് ദ വൂംബ് ഫ്രം റിപ്പീറ്റഡ് അബോർഷൻ. ഒരു 3 അബോർഷന്റെ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഓറം കൊടുത്താൽ ഡെഫിനറ്റ്ലി ഇവരുടെ യൂട്രസ് എന്താവും, നല്ല രീതിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നൊരു ഉൾവിളി ഇങ്ങനെ വരില്ലേ, ഓറം കൊടുത്തു കേട്ടോ.
ഓറം കൊടുത്തു. പിന്നെ ഞാൻ വേറൊരു സാധനം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തെന്ന് പറയാമോ? ഒരു സ്പെസിഫിക് ആണേ. ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിനുള്ള പ്രശ്നം അഡിനോമയോസിന്റെ ഒരു സ്റ്റാർട്ടിംഗ് അവസ്ഥയിൽ നിൽക്കുവാണ്. AMH ഒക്കെ ഓറം കൊടുത്താൽ കൂടിക്കൊള്ളും. ഫോളിക്കുലിനും ഓവറീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ AMH സുഖമായിട്ട് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ അഡിനോമയോസിസ് കുറയ്ക്കാൻ മിഥുന ചേച്ചി വീണ്ടും സ്കോർ ചെയ്തു. തയോസിനാമിനം തന്നെയാണ്. തയോസിനാമിനം 30 പിൽസിൽ പോയി 4x4. ഞാൻ പറഞ്ഞില്ല എന്നെക്കാട്ടിലും അടിപൊളി പ്രിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ തയോസിനാമിനം 30 പോയി 4x4 വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്താ പറയാ, അങ്ങനെ ഒരു ഒത്തിരി നാള് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7-8 മാസം കൺസീവ് ആയ ആള് കൺസീവ് ആയപ്പോ ഉണ്ടായ സന്തോഷം എന്താണെന്ന് അറിയാമോ? എനിക്ക് വന്നൊരു മെസ്സേജ് ആണ്. ആ മെസ്സേജ് ഇങ്ങനെയാണ്: ഡോക്ടർ, ഞാൻ എൻ്റെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കേട്ടു എന്നുള്ളത്. അതായത് ഈ 3 തവണയും ഹാർട്ട് ബീറ്റ് എത്താതെ പോയി കുട്ടികള്. അപ്പോ ആ ഒരു മെസ്സേജിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ സംഭവമാണ്. ഡോക്ടർ, എനിക്ക് എൻ്റെ കുഞ്ഞുബാവയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റി. ഡോക്ടറുടെ കൈകൾ കൊണ്ട് ഇതുപോലെ വിഷമിക്കുന്ന ഒരുപാട് പേർക്ക് ഇതുപോലെയുള്ള കുഞ്ഞു ഹൃദയമിടിപ്പുകൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. നമുക്ക് അതൊക്കെ തരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട് അല്ലെ? തയോസിനാമിനം അഡിനോമയോസിസ് പോലെയുള്ള എല്ലാ ഗ്രോത്തും കുറയ്ക്കാൻ അതിൽ സ്പെസിഫിക് ആണ് തയോസിനാമിനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കേസിലേക്ക് പോവാം. അടുത്ത കേസ് എന്ന് പറഞ്ഞാല് കുറച്ച് സിമ്പിൾ ആണ്. ഇത്രയും വലിയ കഥയൊന്നും പറയാനില്ല കേട്ടോ. ഇവിടെ എന്ന് വെച്ചാല് എന്താ പറയാ, ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിരുന്നേ. അപ്പോ ഇവിടെ ഇതില് ലേഡിയുടെ സൈഡ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ AMHന്റെ കുറവുണ്ട്. AMHന്റെ കുറവ് മാത്രമല്ല, ഇവർക്ക് FSH, നമ്മൾ പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ ആവുമ്പം FSHും LHും ഒന്ന് നോക്കാനായിട്ട് വിടും. എന്നിട്ട് നമ്മൾ ഇതിന്റെ റേഷ്യോ 1:2 കിട്ടണം നമുക്ക്. അപ്പൊ പക്ഷെ അതിൽ ഇംബാലൻസ് ഉണ്ട്. FSHും LHും കറക്റ്റ് റേഷ്യോയിലല്ല നമുക്ക് കിട്ടണേ. അങ്ങനെ വരുന്ന കേസ്. അപ്പം ഹോർമോൺ ഇംബാലൻസ് നന്നായിട്ട് ഉണ്ട്. എന്നാൽ നോക്കുമ്പോൾ ഉണ്ടടാ PCOD അഡിനോമയോസിസോ അങ്ങനത്തെ വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. പക്ഷെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ട് ആൾക്ക്. പിന്നെ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ ആവുമ്പോൾ നമ്മൾ ആളെ കാണുന്നില്ല. നമുക്ക് കിട്ടണ സിംറ്റംസിനൊക്കെ ഒത്തിരി പരിധിയുണ്ട്. സംസാരിക്കാൻ സാധിക്കുന്നതിന് പരിധിയുണ്ട്. എന്നിരുന്നാലും എനിക്ക് ആള് പറഞ്ഞ ഒറ്റ ഒരു സാധനം മാത്രമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അതിൽ നിന്ന് ഞാനൊരു മരുന്നിലേക്ക് എത്തുമായിരുന്നു. ഓക്കെ, ആ ഒരു സംഭവം മാത്രം പറയാം ഇവിടെ. ആള് ഈ പറഞ്ഞ പോലെ ഭയങ്കര എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണ്. നല്ല ബുദ്ധിജീവിയാണ്. അത് നമ്മളോട് സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആ ബുദ്ധിജീവി എന്ന് പറയുന്നത് അവർക്ക് അവരുടെ മേഖലയിലാണ്. അവര് ഒരു IT ഫീൽഡ് വർക്കാ. അപ്പൊ അതില് അവര് ഭയങ്കര എക്സ്പേർട്ടാണ്. പിന്നെ അത് മാത്രമല്ല, അവരുടെ റുട്ടീൻ ചോദിക്കുമ്പോ ഒരു രാവിലെ എഴുന്നേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ളത് ഷെഡ്യൂൾഡ് ആണ്. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമില്ല, പക്കയായിട്ട് പോകും. അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സകലതും പോയി. അവർക്ക് അന്നത്തെ ദിവസം പോയി. ഇതാണ് അവരുടെ അവസ്ഥ. ഏതാ മരുന്ന്? യെസ്, ബെറേറ്റ കാർബ്. ദർശന ഡോക്ടർ ബെറേറ്റ കാർബാണ്. ബെറേറ്റ കാർബിന് ഇങ്ങനെയാ അവര്. അതായത് നമ്മൾ വിചാരിക്കും ബെറേറ്റ കാർബ് എന്ന് കേൾക്കുമ്പോഴേ ഒരു മന്ദബുദ്ധിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഒരിക്കലും അല്ല കേട്ടോ. ബെറേറ്റ കാർബിന് 2 എക്സ്ട്രീംസ് ഉണ്ട്. അതായത് ഒന്നുകിൽ ഇഡിയോട്ടിക് അപ്പിയറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇഡിയോട്ടിക് ആയിരിക്കും. പക്ഷേ ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടതാണ്, അതായത് ഒരു ന്യൂറോളജിസ്റ്റ് ബെറേറ്റ കാർബിൽ നമുക്ക് പെടുത്താൻ പറ്റും. ന്യൂറോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രയും എന്താ പറയാ ബുദ്ധിപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ എങ്ങനെ ന്യൂറോളജിസ്റ്റ് ബെറേറ്റ കാർബിൽ പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ അത്രയും ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് ആ ഒരു വിഷയത്തെ കുറിച്ച് ഭയങ്കര അറിവായിരിക്കും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനോട് ചോദിക്കുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് അറിവുണ്ടാവില്ല. അങ്ങനെ വരുന്ന ആൾക്കാരെ നമുക്ക് ശരിക്കും ബെറേറ്റ കാർബിൽ പെടുത്താനായിട്ട് സാധിക്കും. ഇവിടെ ഇതുപോലെയാ, എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഒരേ രീതിയിൽ പൊക്കൊണ്ടിരുന്ന ആള് പെർഫെക്റ്റ് ആണ്. പക്ഷെ അതിൽ നിന്ന് ഒരു ഇച്ചിരി അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു പോയി. അപ്പൊ എനിക്കറിയാവുന്നത് അതിൽ ബെറേറ്റ കാർബാണ്. അതുപോലെ എന്ന് വെച്ചാൽ ഈ ഫാമിലി റിലേഷൻഷിപ്പിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. എസ്പെഷ്യലി ഹസ്ബൻഡിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും. ഇവൻ കല്യാണം കഴിഞ്ഞു 6 years ആവുന്നു, പക്ഷെ കുട്ടികളില്ല എങ്കിൽ പോലും ഇവര് ഹസ്ബൻഡിനെ ഒരു കുഞ്ഞായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത്രയും ടേക്ക് കെയർ ചെയ്യുന്ന, അത് ഹസ്ബൻഡിനോട് സംസാരിക്കുമ്പോൾ വൈഫിന്റെ ഏറ്റവും പോസിറ്റിവിറ്റി ആയിട്ട് പറയുന്നത് ഇവൾ എന്നെ ഒരു കുട്ടിയെ പോലെയാണ് നോക്കുന്നത്, ഞാൻ ഇച്ചിരി ഒന്ന് വരാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആള് ആൻഷ്യസ് ആവും എന്നുള്ളത് കേൾക്കുമ്പോൾ ഈ ബെറേറ്റ കാർബിനും ആൻഷ്യസ് ഉണ്ട്. അതുപോലെ കംപ്ലീറ്റ്ലി ഒരാളുമായിട്ട് ഡിപ്പെൻഡഡ് ആയിരിക്കും ആള്.
അപ്പോൾ ബെററ്റ കാർബ് തന്നെ കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അത് മാത്രമല്ല ഈ FSH LHന്റെ ഇംബാലൻസിലും ഈ ബെററ്റ കാർബിന് ആക്ഷൻ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. സോ എന്ത് ചെയ്തു, ബെററ്റ കാർബ് തന്നെ കൊടുത്തു. ബെററ്റ കാർബ് പൊട്ടൻസി കൊടുത്തത് നല്ല രീതിയിലുള്ള ഹൈപ്പൊട്ടൻസി ആണ്, 10 ആണ് കൊടുത്തത്. അതും 2 ആഴ്ചയിൽ ഒരിക്കലും ഒറ്റ ഡോസിൽ പോയി. ഓക്കെ, അതിന്റെ കൂടെ ഫോളിക്കുലം 30 പോയി, ഓവറീസ് 3x പോയി. പിന്നെ ഒരു ടിഞ്ചർ കൊടുത്തു, അമ്മി വിസ്നാഗ ടിഞ്ചർ. ഈ അമ്മി വിസ്നാഗ ടിഞ്ചർ AMH കുറയുന്ന കേസിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ടിഞ്ചർ ആണ് കേട്ടോ. അത് 10x3 10 തുള്ളി വീതം 3 നേരം അതും പോയിട്ടുണ്ട് ഈ കേസിൽ. ഓക്കെ, ഹസ്ബൻഡ് സൈഡിൽ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആള് കൺസീവ് ആകും. ഓക്കെ അല്ലേ? ഇനി 2 കേസും കൂടി ആണുള്ളത് കേട്ടോ. 2 കേസും കൂടി, ബോറടിക്കുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത കേസ് കുറച്ച് രസമുള്ള കേസാണ്. ഹസ്ബൻഡ് വൈഫ് റൂമിലേക്ക് വരാണേ. നമ്മൾ കേസ് ഷീറ്റ് നോക്കുമ്പോഴത്തേക്കിനും ഹസ്ബൻഡിന്റെ ഏജ് 35, വൈഫിന്റെ ഏജ് 41. അപ്പൊ തന്നെ നമ്മളൊന്ന് കുറച്ച് അതെന്താണ് ഇത്രയും ഏജ് ഡിഫറൻസിൽ ഉള്ള ഒരു കല്യാണം? വൈഫിനാണ് ഏജ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോഴും നമുക്ക് തോന്നി ഇതൊരു നോർമൽ വിവാഹമായിരിക്കുവാനുള്ള സാധ്യതയില്ല, ഓഫ് കോഴ്സ് ലവ് മാരേജ് തന്നെ ആയിരിക്കും. പക്ഷേ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോ ഈ പറയുന്ന ലേഡി ഓൾറെഡി മാരീഡ് ആണ്, വലിയ 2 മക്കളുണ്ട്. ഇദ്ദേഹം ഒരു 30+ ആയിട്ടും കല്യാണമൊന്നും ആയില്ല. അങ്ങനെ പതുക്കെ ഇവര് തമ്മിൽ അഫെയർ ആയിട്ട് ഇവരെ ആ വീട്ടിൽ നിന്ന് എന്താ പറയാ ഒളിച്ചോടി വരികയാണ്. വേറൊരു ജില്ലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ അപ്പോഴാണ് ഇവർ കുട്ടികളാകുന്നില്ല, ഇവർക്ക് സ്വന്തമായിട്ട് കുഞ്ഞുങ്ങൾ വേണം. ആൾക്ക് 41 ആയി ലേഡിക്ക്. അപ്പൊ കുഞ്ഞാകുമോ എന്നുള്ള ടെൻഷൻ ഉണ്ട്. അങ്ങനെ പോയിട്ട് അവരായിട്ട് തന്നെ ഒന്ന് വയറ് സ്കാൻ ചെയ്ത സമയത്ത് യൂട്രസ് കംപ്ലീറ്റ് ഫൈബ്രോയിഡ്സ് ആണ് കേട്ടോ, നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ കാണുകയാണ്. കുട്ടി കുട്ടി ഫൈബ്രോയിഡ്സ് ആണ്. അതിന്റെ കൂടെ അഡിനോമയോസിസും ഉണ്ട്. അതും പോരാഞ്ഞിട്ട് ഒരു എൻഡോമെട്രിയൽ പോളിപ്പും കൂടി ഇരിപ്പുണ്ട്. അപ്പൊ യൂട്രസ് ഏതാണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ, അത്രയ്ക്കും ബൾക്കി ആയിട്ടിരിക്കുന്ന യൂട്രസ്. പക്ഷെ ഇവർക്കൊരു കുഞ്ഞു വേണം. അപ്പം ഹസ്ബൻഡിന്റെ സെമൻ അനാലിസിസ് ചെയ്യിക്കാനായിട്ട് വിട്ടു. അത് വിട്ട സമയത്ത് ആൾക്ക് ഈ പറയുന്ന പോലെ മോട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, സെമന്റെ വോളിയം വളരെ കുറവാണ്, മോർഫോളജിയിലും ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ മോർഫോളജി ഇഷ്യൂസ് വരുമ്പോൾ നോർമൽ ഫോംസ് ഇല്ല, ഒട്ടും ഇല്ല, അല്ലെങ്കിൽ 1% ഉള്ളൂ. അങ്ങനെയൊക്കെ വരുന്ന കേസിൽ കണ്ണു അടച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സിഫിലിനമാണ് കേട്ടോ. സിഫിലിനം നന്നായിട്ട് അവിടെ ആക്ട് ചെയ്യും. സിഫിലിനം അവിടെ കൊടുത്തെങ്കിലേ നമുക്ക് ആക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി സിഫിലിനം കൊടുക്കണം. അതിന്റെ കൂടെ ഈ പറയുന്ന വോളിയം കുറവാണ്, അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നുകൊണ്ട് ഇദ്ദേഹത്തിന് പറ്റുന്ന മരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കും. പിന്നെ ഈ വൈഫിന്റെ കേസിൽ കൂടുതൽ കേസ് ടേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ പോയിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇത്രയും ബൾക്കി ആയിട്ട് നിൽക്കുന്ന ഒരു ഫൈബ്രോയിഡ്സ് കുറഞ്ഞാലേ ആ കുഞ്ഞിന് അവിടെ കിടക്കാനുള്ള സ്പേസ് എങ്കിലും കിട്ടുന്നുള്ളൂ. അപ്പൊ ചിന്തിക്കുമ്പോ ഒന്നുമില്ല, എനിക്ക് ഫൈബ്രോയിഡ്സിന്റെ ഒരു പ്രോട്ടോകോൾ ഡോക്ടർ ബിനോയ് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. അതായത് തൂജ 10 കൊടുക്കുന്നു, 15 ഡേയ്സ് കഴിഞ്ഞ് കാൽക്കുലേ ഫ്ലോർ 10 കൊടുക്കുന്നു, 15 ഡേയ്സ് കഴിഞ്ഞ് ഗ്രഫൈറ്റിസ് 10 കൊടുക്കുന്നു. ഇതിന്റെ ഓർഡർ ഇങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. തൂജ 10, കാൽക്കുലേ ഫ്ലോർ 10, ഗ്രഫൈറ്റിസ് 10 ഇത് കൊടുക്കണം. കറക്റ്റ് ഇത് ഇതേപോലെ തന്നെ കൊടുത്തിട്ട് ഫൈബ്രോയിഡിന്റെ സ്പെസിഫിക് ആണ് ഓറമ്യൂർ നാട്രം. ഓറമ്യൂർ നാട്രം 30 പിൽസിൽ 4 വെച്ച് 4 നേരം പോയി. കൂടെ ഫ്രാക്സിനസിന്റെ 3x പോയി. എല്ലായ്പ്പോഴും ഫ്രാക്സിനസിന്റെ ടിഞ്ചറിനെക്കാട്ടിലും കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആണെന്ന് തോന്നിയിട്ടുള്ളത് 3x ആണ്. അതുകൊണ്ടാണ് 3x സെലക്ട് ചെയ്തിട്ടുള്ളത്. 3x കൊടുക്കണം. 1/4 ഗ്ലാസ് വെള്ളത്തിൽ 5 തുള്ളി വീതം 3 നേരം പോകുന്നു. ഓക്കെ, ഇതാണ് വൈഫിന്റെ കേസിൽ പോയിട്ടുള്ളത്. അതിൽ വേറെ ഭയങ്കരമായിട്ടുള്ള കേസ് ടേക്കിംഗ് ഒന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ഇത്രയുള്ള കുഞ്ഞു മക്കളെ വിട്ടിട്ട് വന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒത്തിരി കഥകൾ അവരുടെ അടുത്ത് നിന്ന് കേൾക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടായില്ല എന്നുള്ളത് ഒരു പോയിന്റ് ആണ് കേട്ടോ. അങ്ങനെ ആവാൻ പാടില്ല, എന്നാലും പറയാണ്. അപ്പൊ ഇദ്ദേഹത്തിലേക്ക് വരുമ്പോ എന്താ പറയാ, ഈ പേഷ്യന്റിലേക്ക് വരുമ്പോ ഇയാൾക്ക് ചോദിച്ചു വന്നപ്പോ എല്ലാം പേടിയാ. ഹൈറ്റ് പേടിയാണ്, അടഞ്ഞ സ്പേസ് പേടിയാണ്, എന്താ പറയാ പബ്ലിക് പെർഫോമൻസ് എവിടെയെങ്കിലും എഴുന്നേറ്റ് 2 വാക്ക് പറയാൻ പേടിയാ, എല്ലാം പേടിയാ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എല്ലാം പേടി എന്ന് പറയുന്ന ആള് ഇങ്ങനെ ഒരാളെ അടിച്ചുകൊണ്ട് വരുന്നു, കല്യാണം കഴിക്കുന്നു, അതിന് അപാര ധൈര്യം വേണ്ടേ? അതെങ്ങനെയാ സാധിക്കുന്നത് എന്നുള്ളൊരു തോട്ട് നമ്മളിൽ വരും. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് പുള്ളി പറയുന്നത്, അതായത് ഇവര് തമ്മിൽ റിലേഷൻഷിപ്പിലായി പോയി, ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. ഇത് വീട്ടിൽ അറിയുക, ഈ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് അറിയുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ വിപ്ലവം നടക്കും. ചിലപ്പോ ഈ പുള്ളീനെ വെട്ടിക്കൊന്നേക്കാം, അതുവരെ നടക്കും.
അതാണ് സിറ്റുവേഷൻ. ആരും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോണില്ല. അപ്പൊ അത്രയ്ക്ക് ഇമ്പൾസീവ് ആയിട്ട് എനിക്കിപ്പോ രക്ഷപ്പെട്ടേ പറ്റുള്ളൂ, എന്നാൽ എനിക്ക് ഇവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അത്രയും ഇമ്പൾസീവ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കേണ്ടി വരുന്നു. ആ സമയത്ത് തന്നെ നാട് വിടും. ഇത്രയും പേടിയുള്ള ബട്ട് ഇമ്പൾസീവ് ആയിട്ടുള്ള ആ മരുന്ന് അങ്ങ് പറഞ്ഞു തന്നെ എനിക്ക്. പോരട്ടെ. യെസ്, സിമ്പിൾ, വളരെ സിമ്പിൾ. അർജന്റീൻ നൈട്രിക്കം. അപ്പൊ ഞാൻ നമ്മുടെ സിഫിലിനം ഹൈപ്പോട്ടൻസി, സിഫിലിനം 1M അതിന്റെ കൂടെ കൊടുത്ത ഇത് അർജന്റീൻ നൈട്രിക്കം ആണ്. ആദ്യം അർജന്റീൻ നൈട്രിക്കം 30 പോയി, 30 4x4 പോയി. അതിനുശേഷം അർജന്റീൻ നൈട്രിക്കം 200 വീക്കിലി ഓരോ ഡോസ് പോയി. കൂടെ ഇതിനകത്ത് മോർട്ടലിറ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ട്രിബുലസിന്റെ ടിങ്ചറും അശ്വഗന്ധ ടിങ്ചറും പോയി. അധികം ഒന്നും ഒത്തിരി നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. സീരിയസ്ലി ഈ ഫൈബ്രോയിഡ്സ് മൊത്തത്തിൽ മാറിയിട്ടില്ല, പക്ഷെ നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, എൻഡോമെട്രിയൽ പോളിപ്പും അഡിനോമയോസിസും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടും ഉണ്ടായിരുന്നു. അടുത്തെന്ന് വെച്ചാൽ ബേബി ആയി കഴിഞ്ഞതിന് ശേഷമുള്ള സ്കാൻ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ നോക്കും, ഈശ്വര ഇവരുടെ യൂട്രസിൽ കുഞ്ഞിന് കിടക്കാനുള്ള സ്ഥലം ഉണ്ടോ, നമ്മൾ കുറച്ച് ഈ മരുന്നല്ലേ കൊടുത്തത്, എന്തായി നമ്മൾ നോക്കും. അപ്പൊ നോക്കുന്ന സമയത്ത് ഫൈബ്രോയിഡ്സ് കാണുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതും സൈസ് നേരത്തേനെക്കാട്ടിലും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അവര് ഒരു 6 മന്ത്സോളമായി ക്യാരി ചെയ്യാറായിട്ട്. അപ്പൊ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ കേസ് അവിടെ നിൽക്കാണ്. ഇനി ഞാൻ എന്റെ ലാസ്റ്റ് കേസിലേക്ക് പോവാണ് കേട്ടോ. ലേഡിക്ക് കൊടുത്ത മെഡിസിൻ ഒന്നുകൂടെ പറയാമോ? ലേഡിക്ക് കൊടുത്ത മെഡിസിൻ സൂജൻ 10M ഫോളോഡ് ബൈ കാൽക്കറിയൽ ഫ്ലൂറിഡ് 10M ഫോളോഡ് ബൈ ഗ്രഫൈറ്റിസ് 10M. ഓക്കെ, അടുത്ത കേസ് എന്ന് പറഞ്ഞാല് അത് കുറച്ച് രസമുള്ള കേസാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് കേട്ടോ. അപ്പോ ഹോമിയോപ്പതിയുമായിട്ട് റിലേഷൻ ഉള്ള ഒരാളും കൂടിയാണ്. അപ്പോ എന്താ പറയാ, നമ്മള് അതുകൊണ്ട് നമ്മുടെ മരുന്നുകളൊക്കെ ആൾക്ക് കുറച്ച് അറിയാം. അപ്പൊ നമുക്ക് മരുന്ന് അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല, ആളോട് പറയാൻ പറ്റില്ല. ആൾക്ക് അറിയാതെ വേണം മെഡിസിൻ പറഞ്ഞു കൊടുക്കാൻ. അതായത് ഒരു ഡോക്ടറാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്, പക്ഷെ കുറച്ച് മരുന്ന് അറിയാവുന്ന ഒരാളാണ്. അപ്പോ കേസ് എടുക്കുന്ന സമയത്ത് ആളുടെ അമ്മ വളരെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു. ആളുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ വന്നിട്ടാണ് മരിക്കണേ. ഓക്കെ, അപ്പൊ നോക്കുന്ന സമയത്ത് ആൾക്ക് തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ വളരെ മൈൽഡ് ആണ്. 25 mcg കഴിച്ച് അതിങ്ങനെ കൺട്രോളിൽ കൊണ്ടുവന്ന് ഇരിക്കുകയാണ്. പിന്നെ അത്യാവശ്യം റിലീജിയസ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ ആ കോവിലകത്തെ കുട്ടിയുടെ കഥ പറഞ്ഞ പോലെ തന്നെ വളരെ ദൈവവിശ്വാസി ആയിട്ടുള്ള, ഭയങ്കര കുറച്ച് ഒതുങ്ങിയ ക്യാരക്ടർ ഉള്ള ഒരാളാണ്. ഒരുപാട് അങ്ങനെ സംസാരിക്കുന്ന ഒരാളൊന്നും അല്ല. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമാവണം, പക്ഷെ കൺസീവ് ആകുന്നില്ല. അപ്പൊ ആകെയുള്ള ഇഷ്യൂ ഈ തൈറോയിഡ് മാത്രം. അതും 25 കഴിക്കേണ്ടി വരണുള്ളൂ. TPO TG ഒന്നും പ്രശ്നമില്ല, അതെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പൊ എന്നിട്ട് കൺസീവ് ആകുന്നില്ല. ഒരു സ്കാനൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. അങ്ങനെയാണ് അടുത്തേക്ക് വരുന്നത്. ഇതില് ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഹസ്ബൻഡ് എന്നോട് സംസാരിക്കാൻ റെഡിയല്ല. ഹസ്ബൻഡിന് ഒരു കൺസൾട്ടേഷനോ, ഈവൻ കൺസൾട്ടേഷൻ അല്ല, ഇപ്പൊ വൈഫിനെ കുറിച്ച് എന്നോട് സംസാരിക്കാൻ പോലും പറ്റില്ല. ആൾ അത്രയ്ക്ക് ഷൈ ആണ്. എനിക്ക് വേണ്ട, അത് ഈ വൈഫും ഫോൺ കൊടുക്കാൻ റെഡി ആവുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ചോദിച്ചു വരുന്ന സമയത്താണ് ഇവര് ഒരു റീസണും കാണാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചു, കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? അപ്പോ പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് സെക്സിനോട് അത്രയ്ക്കൊരു താല്പര്യം വരുന്നില്ല എന്നുള്ളതാ. അപ്പൊ ഈ അമ്മ മരിച്ച ഹിസ്റ്ററി ഒക്കെ വരുന്നു, അതും ക്യാൻസർ ഹിസ്റ്ററി. നമുക്ക് അവിടെ നിന്ന് ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കേണ്ട മയാസ്മാറ്റിക് റെമഡി നമുക്ക് കിട്ടുന്നുണ്ട്, കാർസിനോസിനാണ്. ഓക്കെ, അപ്പൊ നമ്മളിതിങ്ങനെ സൈഡിൽ നോട്ട് ചെയ്തിട്ട് കാർസിനോസിൻ കൊടുക്കണം. പക്ഷേ ഇവിടെ ഈ ഒരു ഗ്രീഫ് ഒക്കെ ഉള്ളിൽ കിടന്നിട്ടാണോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഇഗ്നീഷ്യ കൊടുത്തു നോക്കി. ഒരു അനക്കവും ഒരു രക്ഷയില്ല, ഇഗ്നീഷ്യയിലൊന്നും കാര്യം ഉണ്ടായില്ല. അപ്പൊ പിന്നെ റീസൺ കിട്ടണം, എന്തുകൊണ്ട് കൺസീവ് ആകുന്നില്ല. അപ്പൊ ഇന്റർകോഴ്സ് ഇവർക്കൊരു സെക്ഷലി ഒരു താല്പര്യം തോന്നുന്നില്ല, പക്ഷെ കുട്ടി ആകണം എന്നുള്ള ഒരൊറ്റ ഇന്റൻഷൻ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓവുലേഷൻ ഒക്കെ നോക്കിയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്, പക്ഷെ കൺസീവ് ആകുന്നില്ല. അപ്പൊ സെമൻ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് വീഴുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആള് പറയുന്നത് ഇല്ല ഡോക്ടർ, കുറച്ചൊക്കെ പുറത്തേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഫുള്ളായിട്ട് വീഴുന്നില്ല. എന്തെങ്കിലും പെയിൻ തോന്നുന്നുണ്ടോ? ഈ 3 years കഴിഞ്ഞിട്ടും ആൾക്ക് ചെറിയ രീതിയിലുള്ള പെയിൻ ഉണ്ട്, പക്ഷെ എന്താ പറയാ, ഒരു സെക്സിന്റെ ഒരു ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും ആൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡിന് എന്താ പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ എന്ന് ചോദിച്ചപ്പോ
പുള്ളിക്കാരി പറയുന്നത് ഹസ്ബൻഡിന്റെ ഓർഗൻ കംപ്ലീറ്റ് ആയിട്ട് ഇൻസേർട്ട് ആകുന്നില്ല, ആളുടെ ഫോർസ്കിൻ എന്താ പറയാ മൊത്തത്തിൽ ബാക്കിലേക്ക് പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അത് ആള് പറയുന്നുണ്ടോ, അങ്ങനെ ആൾക്ക് പെയിൻ വരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ ആ ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്താലല്ലേ നമ്മൾ കൺസീവ് ആകുള്ളൂ, അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണ്ടേ, ഹസ്ബൻഡ് ഒന്ന് സംസാരിക്കാൻ റെഡി ആകുമോ എന്ന് ചോദിച്ചിട്ട് അതുമില്ല. അങ്ങനെ ചോദിച്ചു വരുമ്പോഴാണ് ഞാന് വീണ്ടും ചോദിച്ചു വരുമ്പോ നമ്മുടെ ഈ പുള്ളിക്കാരനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചു വരുമ്പോൾ ഞാൻ ചോദിക്കുക ആൾക്ക് സെക്സിനോട് താല്പര്യമില്ല എന്നുള്ളതിലുപരി ഒരു പേടിയുണ്ട്. ആ പേടി എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര അടക്കം ഒതുക്കമുള്ള റിലീജിയസ് ആയിട്ടൊക്കെ വന്ന ഒരു കുട്ടിയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാണുന്നതും ഒക്കെ ഒരുപാട് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ +2 കാലഘട്ടത്തില് ഇവരുടെ ഫ്രണ്ട്സിനിടയിൽ ഇതിനെക്കുറിച്ചൊരു ടോക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ഒരു ബേബി ഉണ്ടാവുന്നത് എന്നുള്ള കഥയൊക്കെ കേട്ട് ആൾ അന്ന് തലയിറങ്ങി വീഴുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അപ്പോ അത് ഒരു വല്ലാത്ത ട്രോമയായിരുന്നു. അപ്പൊ അവിടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വജൈനിസ്മസിന് വളരെ വലിയൊരു ചാൻസ് ആണ് ഉള്ളത്. ഇനി ഇദ്ദേഹത്തിന് ഈ പെയിൻ ഉണ്ടാവുന്നത് വജൈനിസ്മസ് കാരണം കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ എന്ന് നമുക്ക് അവിടെ ഒരു തോട്ട് വന്നു. അപ്പോൾ എന്നാലും ഇദ്ദേഹത്തിന് മാത്രമേ മരുന്ന് കൊടുക്കാനും നമുക്ക് സ്കോപ്പ് ഉള്ളൂ. അപ്പൊ കുറച്ചും കൂടി ഡീപ്പായിട്ട് ചോദിച്ച് വന്നപ്പോഴാണ് ഇത് ശരിക്കും ആൾക്കൊരു പേടിയാണ്, ഇതിന് ഭയങ്കര വലിയ വേദനയാണ് എന്നൊരു കാര്യം മൈൻഡിൽ കയറിയിട്ട് പെയിൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്, അങ്ങനെ പെയിൻ വരുമോ എന്നുള്ളൊരു തോട്ടുണ്ട്. സോ വജൈനിസ്മസ് എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രം കണ്ടിട്ട് കൊടുത്ത മെഡിസിൻ പ്ലാറ്റിനയാണ്. പ്ലാറ്റിന പക്ഷെ വീക്കിലി 200 ഓരോ ഡോസ് പോയി. പക്ഷെ എനിക്ക് ഇതുപോലെ തന്നെ വേറൊരു വജൈനിസ്മസ് കേസ് ഉണ്ടായിരുന്നു. അത് ഞാൻ മുന്നത്തെ കേസ് എടുത്ത ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നല്ല രീതിയിൽ സെക്ഷലി ആക്റ്റീവ് ഒക്കെ ആയിരുന്ന ഒരാള് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് തുടങ്ങുന്നു. അതിനുശേഷം ഇവര് തമ്മിൽ ഒരു സെക്ഷൽ കോണ്ടാക്ട് ചെയ്യുന്നത് പോലെ ഒരു കുഞ്ഞിന് വേണ്ടിയായിപ്പോ ഇവർ തമ്മിൽ ഒരു ബോണ്ട് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലാണ്ടായി. പിന്നെ ഈ പറയുന്ന അൾട്രാസൗണ്ട് ടെസ്റ്റുകൾ പലതും TVS ചെയ്യുന്ന സമയത്ത് ഈ വൈഫിന് അതൊക്കെ മടുത്തിട്ട് അവർക്ക് എന്തവസ്ഥയിലേക്ക് പോവാണ്, വജൈനിസ്മസിലേക്ക് പോവാ. ഈവൻ TVS പോലും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ആ ഒരു വജൈനിസ്മസിന് ഞാൻ കൊടുത്തിട്ട് ഫതക്ക് റെപ്പറ്ററി നോക്കി സ്പെസിഫിക് ആയിട്ട് കൊടുത്ത മെഡിസിൻ കാക്ടസ് ആയിരുന്നു, കാക്ടസ് 30. അപ്പം ഇതിന്റെ കൂടെ എനിക്ക് വേറെ വഴിയൊന്നുമില്ല, ഇത് തന്നെ ആയാലും കാര്യം എന്ന് വിചാരിച്ചിട്ട് പ്ലാറ്റിനയും അതിന്റെ കൂടെ കാക്ടസ് 30 കൊടുത്തു വിടുന്നു. ഓക്കെ, വേറെ ഓപ്ഷനും ഇല്ല. ആള് വിദേശത്തേക്ക് പോവുകയാണ്. ഈ 2 മെഡിസിൻ അല്ലാതെ വേറെ ഒന്നും കൊടുക്കാനും വഴിയില്ല. വേറെ ഓവറീസോ ഫോളിക്കിളിനോ ഒന്നും കൊടുത്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. നോക്കാം ഇതാണോ കാരണം. പക്ഷെ വിത്തിൻ 1 മന്ത് ഇവർ തമ്മിലുള്ള ഇന്റർകോഴ്സും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് കാണിക്കാൻ തുടങ്ങി. ആ മെഡിസിന്റെ കോഴ്സ് തീരുന്നതിന് മുന്നേ തന്നെ ആള് കൺസീവ് ആയി. അപ്പൊ ശരിക്കും അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വജൈനിസ്മസ് തന്നെ ആയിരുന്നു എന്നുള്ളത്. പലപ്പോഴും നമ്മളുടെ ഡയഗ്നോസിസും ചിലപ്പോ അത് കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയും പോലെ മരുന്നിലേക്ക് എത്തുന്നതിൽ ഒരുപാട് ഇഷ്യൂസ് വരും. ഈ ഓരോ കേസ് ഞാനിങ്ങനെ എടുത്തപ്പോഴും ഓരോ രീതി, അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു കേസ് കണക്ട് ചെയ്ത് ചിന്തിക്കുക എന്നുള്ളൊരു രീതി നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഒരു തോട്ട് പ്രോസസ് ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെ ഇതാണ് ശരിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് എന്താ പറയാ ഒരു വഴി കിട്ടാതിരിക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും രീതിയിലൊരു വഴി തെളിഞ്ഞു വരും. കാരണം ആ കേസ് നമുക്ക് സക്സസ് ആക്കിയാലേ പറ്റുള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അശോക് സർ. ഓക്കെ, മറ്റുള്ളവരുടെ കമന്റ്സ് വരട്ടെ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ 6 കേസ് ഇവിടെ പ്രസന്റ് ചെയ്തു. 6ഉം ഒരു എൻറ്റയർലി ഡിഫറെന്റ് എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ ചില പെക്യുലാരിറ്റീസ് ഉള്ള കേസുകളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് മിഥുന ജോസഫ് ഡോക്ടർ, ദർശന, അർച്ചന ചന്ദ്രൻ, അരുൺ ഡോക്ടർ, എല്ലാവരും അർജുൻ ഡോക്ടർ, ഇവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് മറുപടി പറയുകയും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് വരട്ടെ. എന്താണ് ഈ കേസസിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഓരോ കേസ് ഇൻഡിവിജ്വലായിട്ട് ഓരോ കേസസ് പറയുകയോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ, തുഷാര പറഞ്ഞതുപോലെ ഓരോ കേസിലും നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കിട്ടും. അപ്പൊ അത്
ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം ഡോക്ടർ രാജൻ ശങ്കറിന്റെ വേ അല്ല ഡോക്ടർ വിതോൾക്കസ് ചെയ്യുന്ന വേ. ഓരോരുത്തരുടെയും വിതോൾക്കസ് ഒരു എസൻസ് വെച്ചിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ അതുപോലെ ഓരോരുത്തരുടെയും വേസിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്തായാലും അൾട്ടിമേറ്റ്ലി ക്യൂർ കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. നമ്മൾ അതിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അതിലേക്കുള്ള മാർഗങ്ങൾ ചിലപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആകാൻ സാധ്യതയുണ്ട് താനും. അപ്പോൾ മറ്റുള്ളവരുടെ കമൻസ് വരട്ടെ, ഞാൻ അതിലേക്ക് വേണ്ടി ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓക്കെ, കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയും കൂടെ ചെയ്യുമോ? ഡോക്ടർ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായത് ഡോക്ടർക്ക് ഓരോ ഡ്രഗിനെ കുറിച്ചും നല്ലതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും അറിയാന്നുള്ളതാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഏതൊക്കെ ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാമോ? ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നതാണ്, ഫാരിങ്ടന്റെ ക്ലിനിക്കൽ കമ്പാരിറ്റീവ് മെറ്റീരിയൽ വായിക്കാൻ നല്ല രസമാണ്. നാഷും ഭയങ്കര സിമ്പിൾ ആണ്. കെന്റ് വായിച്ചെടുക്കാനുള്ള എന്താ പറയാ, കുറച്ച് ക്ഷമ വേണം. മനസ്സിലാക്കി എടുക്കാനും കുറച്ച് പാടാണ്, പക്ഷെ എടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണ്. കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എസൻസ് ഓഫ് മെറ്റീരിയൽ മെഡിക്ക എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട് വിതോൾക്കാസിന്റെ, അതിൽ നമുക്ക് കിട്ടും. പിന്നെ രാജൻ ശങ്കരൻ സാറിന്റെ സോൾ ഓഫ് റെമഡീസ്, ഇതെല്ലാം അതൊക്കെ കുറച്ചും കൂടി സിമ്പിളാ. നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. പറ്റുന്ന എല്ലാ ബുക്കും വായിക്കാം. നമ്മൾ ഒരു കാര്യം എന്താ ചിന്തിക്കേണ്ടത്, ഇപ്പൊ അശോക് സാർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതാന്ന് വിചാരിക്കുക. അപ്പൊ ആ സാറിന്റെ ബുക്കില് സാർ ഒരു ഹോമിയോപ്പത്ത് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത സമയത്തുള്ള ഫുൾ എക്സ്പീരിയൻസ് ആ ബുക്കിനകത്തുണ്ട്. എത്ര സിമ്പിൾ ആയിട്ട് ഒരാള് എഴുതി വെച്ച കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എന്താ പറയാ ഹോമിയോപ്പതിയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഒരു ബുക്ക് ഫോമിൽ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ഇതിലും വലിയൊരു പാഠപുസ്തകം വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ പറയും പോലെ ഓരോ ഡോക്ടേഴ്സും നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. ആദ്യം പറഞ്ഞ പോലെ പ്ലാറ്റിനയ്ക്ക് സുപ്പീരിയോറിറ്റി മാത്രമല്ല ഇൻഫീരിയോറിറ്റി ഉണ്ട് എന്ന് നമ്മൾ കോളേജിൽ പഠിക്കണില്ല. നമ്മൾ ഇതുപോലെ ഓരോ ഡോക്ടേഴ്സ് എഴുതുന്ന ബുക്ക് വായിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇതിൽ നിന്നാണ് നമ്മൾ അത് കണക്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അപ്പൊ പ്ലാറ്റിനയ്ക്ക് ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ട് അല്ലേ എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു ബുക്കിന് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുക, ഒരാളുടെ ലൈഫിലെ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുക, വായിക്കുക, കൊടുക്കാൻ പറ്റുമ്പോഴൊക്കെ കൊടുക്കുക. ഇപ്പൊ ഡോക്ടർ കുറച്ച് സ്പെസിഫിക്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ. ഇപ്പൊ പറഞ്ഞതല്ലാതെ വേറെ ഇൻഫെർട്ടിലിറ്റി കേസസിൽ യൂസ് ചെയ്യുന്ന സ്പെസിഫിക്സ് ഉണ്ടോ ഈ കേസിൽ പറയാത്തതായിട്ടുള്ളത്? അങ്ങനെ സ്പെസിഫിക് ചോദിച്ചാല് ഇല്ല, ഓൾറെഡി ഏകദേശം ഉള്ളതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ട്രിബുലസ്, അശ്വഗന്ധ, ഡാമിയാന ഒരു സെക്ഷലി വീക്ക്നെസ് കാണിക്കുന്ന ആൾക്കാർക്കൊക്കെ ഡാമിയാന നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സ്പെസിഫിക്കുകളൊക്കെ തന്നെയാ വരുന്നത്. ഹലോ ഡോക്ടർ, ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്ടറുടെ പ്രസന്റേഷൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാന്. താങ്ക് യു ഡോക്ടർ. എല്ലാവർക്കും നല്ല ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ തോന്നും. ഡോക്ടർ കഥ പറയുന്ന പോലെ ഡോക്ടർ എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിനകത്ത് ഡോക്ടറുടെ എല്ലാ ഇമോഷൻസും നമുക്ക് മനസ്സിലാവുമായിരുന്നു. ഡോക്ടറുടെ വേ ഓഫ് ടോക്കിൽ തന്നെ. എന്തായാലും ഡോക്ടർക്ക് ഇനിയും ഒരുപാട് ഇതുപോലെ മറ്റേ പേഷ്യന്റ് പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ പിന്നെ ഹൃദയം എടുത്ത് കേൾപ്പിക്കാനുള്ള അവസരം ആരോഗ്യം എല്ലാം ഉണ്ടാക്കിയത് ഡോക്ടർ. നമ്മൾ ഈ മെറ്റീരിയൽ ക്ലാസ്സുകളിൽ ഞാൻ 1990 ഡോക്ടർ രാജൻ ശങ്കറിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോഴാണ് ഇപ്പോഴത് ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. തുഷാര ഡോക്ടർ ബെറേറ്റ കാർബ് നമ്മുടെയൊക്കെ കൺസെപ്റ്റില് വളരെ ഇഡിയോട്ടിക് ഇമ്പസൈൽ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ്. പക്ഷെ രാജൻ ശങ്കറിന് ഇതുപോലെ തന്നെ, അതായത് ഒരു നാഷണൽ പരീക്ഷയിലുണ്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് ബെറേറ്റ കാർബ് കൊടുത്ത കഥ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ അത് ആ ഒരു തമാശ മട്ടിൽ കേട്ടിരുന്നെങ്കിലും അദ്ദേഹം അത് ഈ പറഞ്ഞ ആ ഒരു എക്സ്ട്രീംസിന്റെ കാര്യം പറഞ്ഞു. ബെറേറ്റ കാർബ് ഇഡിയോട്ടിക് അല്ല, ചില മേഖലകളിലേ ഉള്ളൂ, വളരെ ചെറിയ കാര്യങ്ങൾ, വളരെ അരിത്തമെറ്റിക്സ് കൂട്ടുന്ന കാര്യത്തിൽ ചിലപ്പം ഇതായിരിക്കും, പക്ഷെ ഇലക്ട്രോണിക്സ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വളരെ ബ്രില്യൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത് ഈ രാജൻ ശങ്കർ വിതോൾക്കസിന്റെ ടെക്സ്റ്റ് ബുക്കുകളിൽ അത് പറയുന്നുണ്ട്. സൈലീഷ്യ അതിന്റെ തുടക്കം സ്റ്റേജിലൊന്നും ഈ പറഞ്ഞ ഇൻട്രോവർട്ടഡോ ഒന്നും അല്ല. അത് കുറെ ലെയേഴ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത മെന്റൽ പതോളജി ഡെവലപ്പ് ചെയ്തിട്ടാണ് അങ്ങനെ വരുന്നത്. ഇല്ലെങ്കിൽ ലൈക്കോപോഡിയം ആദ്യമൊന്നും ഫസ്റ്റ് സ്റ്റേജിലൊന്നും ഈ പറയുന്നത് പോലെ ഒരു കവാഡിസ് എന്ന് പറയുന്നത്, ലൈക്കോപോഡിയത്തിന്റെ എസൻസിനകത്ത് കവാഡിസ് എന്നൊരു വാക്കാണ്
വിതോൾക്കസ് പറയുന്നത്. പക്ഷെ അത് തുടക്കത്തിൽ അങ്ങനെയല്ല. പക്ഷെ കുറേയേറെ പ്രശ്നങ്ങൾ ചെന്ന് പെട്ട് കഴിയുമ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു ഭീരുത്വം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് എത്തുന്നതാണ്. അപ്പം പതോളജി എങ്ങനെയാണ് എത്തുന്നത്, ആ ലേയേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് രാജശങ്കരൻ സയൻസ് ഓഫ് ഹോമിയോപ്പതിയിലൊക്കെ വിതോൾക്കസ് സയൻസ് ഓഫ് ഹോമിയോപ്പതിയിലൊക്കെ നന്നായിട്ട് ഫിലോസഫിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓരോ മെഡിസിൻസിൻ്റെയും നമ്മൾ പഠിച്ചിരിക്കുന്ന സിംറ്റംസ് അല്ല. പക്ഷെ അത് നമ്മുടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ കീനോട്ട് വായിച്ചു പോവുകയോ ഇല്ലെങ്കിൽ അങ്ങനെ ചില ബുക്സ് വായിച്ചു പോകുന്നതുകൊണ്ടാണ്. ഡോക്ടർ തുഷാര പറഞ്ഞതുപോലെ കെന്റിന്റെ ബിറ്റിനാമിഡിക്ക വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. അപ്പൊ അതിനകത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റോറി പറയുന്നത് പോലെ കാര്യങ്ങൾ, അതൊരു ലെക്ചേഴ്സ് ആണ് ഹോമിയോപ്പതി ബിറ്റിനാമിഡിക്ക. അപ്പം അതിനകത്ത് അതുപോലെ ഉണ്ട്. ഇല്ലെങ്കിൽ ഈ ഫാരിങ്ടന്റെ ക്ലിനിക്കൽ ബിറ്റിനാമിഡിക്ക വായിച്ചു വരിക. അതുപോലെ തന്നെ ഏറ്റവും പുതിയ രാജശങ്കറിന്റെയും പിന്നെ വിതോൾക്കസിന്റെയും അല്ലെങ്കിൽ പുതിയ ഓതേഴ്സ്, ഒരുപാട് പുതിയ ഓതേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മെഡിസിൻസിന്റെ അവരെങ്ങനെ ആ മെഡിസിൻസ് ആ രീതിയിലേക്ക് എത്തുന്നു, ഇല്ലെങ്കിൽ ആ സിംറ്റംസ് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലാണ് ഡോക്ടർ തുഷാര വിജയിച്ചിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ സിംറ്റവും മനസ്സിലാക്കുമ്പോൾ അതെങ്ങനെ വന്നു ചേർന്നു, ഇല്ലെങ്കിൽ ഇപ്പം ആദ്യത്തെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ആ സിഫിലിറ്റിക് മയാസം, ആ ഒരു ഡിസ്ട്രക്റ്റീവ്നെസ്, ആ ഒരു സിംറ്റത്തിൽ നിന്ന് തന്നെ അതിലേക്ക് എത്തുന്നു, പിന്നെ അതൊന്ന് കൺഫേം ചെയ്യുന്നു. അവിടെയാണ് ഈ വിജയം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ഒരുപോലെ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാര്യം ഹോമിയോപ്പതി എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു ആർട്ടും സയൻസും കൂടാണ്. ഈ ആർട്ടിസ്റ്റിക് ടാലന്റൂടെ അതിൻ്റെ ഓരോന്നും മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവ് കൂടി വേണം. പക്ഷെ നമുക്കൊക്കെ അത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരെങ്കിലും കമന്റ് പറയാനുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും തുഷാര കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമുക്കും സക്സസിന്റെ വേദിയിലും ഇതുപോലെ കുറച്ച് കേസുകൾ പ്രസന്റ് ചെയ്തിരുന്നു. അന്നും എല്ലാവരും പറഞ്ഞത് കഥ കേൾക്കുന്നത് പോലെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ മനസ്സിലേക്ക് അതങ്ങ് പതിയുന്നുണ്ട് എന്ന് പറഞ്ഞ്. ഇന്നത്തെ ക്ലാസ്സും അതുപോലെ തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അതേ അഭിപ്രായമായിരിക്കും. ആരെങ്കിലും ഒക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. കേൾക്കുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് പറയാനുണ്ടോ? ഡോക്ടറെ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പം ഒരുപാട് പേര് BHMS കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും അവരൊരു ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യാനും അതേപോലെ കേസ് സക്സസ് ആക്കാനും ക്ലിനിക്ക് സെറ്റപ്പ് ആക്കി ഉഷാറാക്കി കൊണ്ടുവരാനും ഒരുപാട് എഫേർട്സ് എടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഹോമിയോപ്പതി കൊണ്ട് തന്നെ ഇത്രയും ഇൻഫെർട്ടിലിറ്റി കേസ് ഡോക്ടർ ക്യൂർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പല വലിയ അസുഖങ്ങളും ക്യൂർ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങള് ബാക്കിയുള്ള ഡോക്ടേഴ്സിനും കൂടെ ഷെയർ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഡോക്ടർ സാറിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും അറിവ് പകർന്നു തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. ഇതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ മെഡിസിൻസ് എല്ലാം പഠിച്ചിട്ട് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയട്ടെ. ഇനി ഡോക്ടറുടെ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ ഇത്രയും വലിയ കേസുകൾ ഒന്നോ രണ്ടോ ട്രീറ്റ് ചെയ്താണ്ട് ക്ലിക്കായി കിട്ടിയാൽ തന്നെ അതുപോലെയുള്ള സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് നല്ല ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ഡോക്ടർ മനസ്സിന് വളരെയധികം നന്ദി. താങ്ക് യു ഡോക്ടർ. വേറെ ആർക്കെങ്കിലും? ഹലോ. ഡോക്ടർ, ഞാൻ വളരെ ഷോർട്ട് നോട്ടീസിലാണ്, അതായത് പെട്ടെന്നാണ് ഞാൻ ഇങ്ങനൊരു ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞതും. എന്നിട്ട് സാറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് കയറാൻ സാധിച്ചതും. ഒരു എക്സാം ഉണ്ടായിരുന്നു, അത് കാരണമാണ് എനിക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ കഴിയാഞ്ഞത്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ കയറിയപ്പോൾ എന്താ പറയുക, ഹോമിയോപ്പതിയിലെ ഒരുപാട് ഇൻഫെർട്ടിലിറ്റിയുടെ സ്കോപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് ഒക്കെ ഒരു അമ്മ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ വളരെ ലളിതമായി, എന്നാൽ എല്ലാ ഡീറ്റെയിലും അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും വളരെ ഇൻട്രസ്റ്റഡ് ആക്കി ആ ഒരു കേസ് പ്രസൻറ്റ് ചെയ്തതിന് തുഷാര ഡോക്ടർക്ക് പ്രത്യേക നന്ദി. ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത അശോക് സാറിനും എൻ്റെ പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു. നമ്മളുടെ ഒരു ഉദ്ദേശം ഇത് തന്നെയാണ്. നിങ്ങളെയൊക്കെ ഒന്ന് ഇൻസ്പയർ ചെയ്യുക.
ഇതൊരു തീർച്ചയായിട്ടും ഇന്നത്തെ സെഷൻ പങ്കെടുത്ത 100 പേർക്കും ഒരു ഇൻസ്പിറേഷൻ ആയി കാണും. ഇത്തരത്തിലുള്ള കേസുകൾ എടുക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഒന്ന് വായിച്ച് പഠിക്കുക. ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതുപോലൊരു കേസ് വരും, ഇല്ലേ ഇതേ മെഡിസിൻസ് കൊടുത്ത് നാളെ ക്യൂർ ചെയ്ത് കളയാം എന്നൊന്നും നമുക്ക് ധാരണയില്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകും. തുഷാര ഡോക്ടർക്ക് പറ്റുമെങ്കിൽ നമുക്കും പറ്റണം, അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ആ രീതിയിൽ ഈ ക്ലാസ് വിജയം തന്നെ ആയിരുന്നു എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്.